ആഴങ്ങളിലേക്ക് കിടന്ന് സ്വയം അലിഞ്ഞില്ലാതായ ഭക്തജനം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഭയങ്കര ഗ്ലോറിയസ് ആയിട്ടാണ് വെച്ച് താങ്ങുന്നത്. അവിടെ ഇതാണ് ചക്കരക്കഞ്ഞി റോഡിൽ ഈ മടൽസൊക്കെ വെച്ച് ചക്കരക്കഞ്ഞി ഇടുന്നതാണ് സംഗതി. മനുഷ്യത്വം ഉള്ളവർക്ക് മനുഷ്യത്വം കുറഞ്ഞവരെ നോക്കി മനുഷ്യത്വം ഇല്ലടാ എന്ന് ചോദിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞ പ്രസ്താവന ഇല്ലാതാവില്ലേ? ഓർമ്മയുണ്ട്, വെള്ളത്തിന് ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് നല്ലൊരു പോയിന്റാണത്. കാരണം മറ്റതിനകത്ത് നമ്മൾ മറക്കാൻ അനുവദിക്കുന്നില്ല. ഓർമ്മ സജീവമാണ്. ഇത് ഒരുപാട് നഷ്ടപ്പെട്ടു എല്ലാം പോയിട്ട് ഇരുന്ന് ഓർത്തെടുക്കുകയാണ് അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഉള്ളതാണോ നല്ലത്, നിങ്ങളുടെ നഷ്ടപ്പെട്ട മൊബൈൽ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നതാണോ നല്ലത്? ഭയങ്കര തിയറിയാണ്. ഈ മരുന്നുകളെല്ലാം തന്നെ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിന്റെ ശേഷിയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചില പറഞ്ഞില്ല മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, അദ്ദേഹം ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരുന്ന് കൊടുക്കുന്നു, അയാൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരീരം അത് എടുക്കുന്നില്ല. ശരീരം അത് എടുത്ത് വേണ്ട ചെയ്യുന്നത്. ആനയ്ക്ക് നമ്മളിത് കൊടുക്കുന്നുണ്ടോ, ആന അത് എടുക്കുന്നില്ല. മനസ്സിലായോ? ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വിശ്വാസം തുടങ്ങിയത് വയറിളക്കം വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു അസുഖം വരുമ്പോൾ അയാൾ അന്ധവിശ്വാസി ആവുന്നു എന്നാണ് ഇവർ പറയുന്നത്. ദൈവത്തിനെ വിളിക്കുന്നതാണോ? ലൈഫ്ലെസ്നെസ് ആണ് ഡെത്ത്, ജീവിതം ഇല്ലാത്ത അവസ്ഥയാണ് മരണം. അപ്പോൾ അവിടുത്തെ പിന്നെന്ത് ജീവിതം? ജീവിതം ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത അവസ്ഥയിൽ ജീവിതം, അതെന്ത് ജീവിതമായിരിക്കും? രവിചന്ദ്രൻ സാർ ദിലീപിന്റെ കേസിനെ പറ്റി മനസ്സ് തുറക്കുന്നത്. ദിലീപിന്റെ കേസിനെ കുറിച്ച് ഞാൻ ഒരിക്കലും അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ എത്ര വർഷമായി? 8 വർഷമായി. 8 വർഷമായി. അതിനെക്കുറിച്ചൊന്നും സാധാരണ ഇതിൽ പറയാത്തതിൻ്റെ ഒരു കാര്യം തന്നെ നമുക്കറിയില്ല, ഇതെന്താ നടന്നതെന്ന് അറിയില്ല. പിന്നെ അത് കണ്ടെത്താനായിട്ടുള്ള നമ്മളുടെ വ്യവസ്ഥയെ ട്രസ്റ്റ് ചെയ്യുന്നു. അതിൽ അതനുസരിച്ചുള്ള വ്യക്തിപരമായിട്ട് ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്ന സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു പെർസെപ്ഷൻ ഉണ്ടാവും. ആ ഒരു കഥ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കഥ ഉണ്ടാവും. ആ കഥയിൽ ആരാണോ എന്താണ് സഹിക്കേണ്ടി വരുന്നത്, അപ്പോൾ അവരുടെ ആയിട്ടുള്ള അനുഭവമായിരിക്കുമല്ലോ നമുക്കുണ്ടാകും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. ഇപ്പോൾ സാധാരണ ഈ മനുഷ്യന് പൊതുവായിട്ടുള്ള ഒരു സംഗതിയാണ് അശക്തനോടും ദുർബലനോടും, അല്ലെങ്കിൽ ആർക്കാണോ ഒരു കാര്യത്തിൽ നഷ്ടം ഉണ്ടായത് അയാളോട് ഐക്യപ്പെടുക എന്നുള്ളത് ഇമോഷണലി നമ്മൾ പൊതുവെ ചെയ്യുന്നൊരു കാര്യമാണ്. മനുഷ്യർക്ക് പൊതുവെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് അതിന് വലിയ നിങ്ങൾ പറഞ്ഞോണം മാനവികതയുടെയോ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു വലിയ കാറ് കൊണ്ടുവന്നൊരു ചെറിയ സൈക്കിളുകാരനെ ഇടിക്കുമ്പം ഓളോണേ സമയം നമ്മൾ സൈക്കിളുകാരൻ്റെ കൂടെ ആയിരിക്കും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമ്മളങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും സൈക്കിളുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവനാണ്, അവന് ഇതില്ലാതെ മറ്റേതാണ് മറിച്ചതാണ്, മറ്റേത് വണ്ടി വരുന്നവൻ പണക്കാരനാണ്, അതാണ് ഇതാണ്. ചിലപ്പം ഇവൻ കൊണ്ടുവന്ന് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് കുറുക്കു വെച്ചായിരിക്കും. പക്ഷെ എന്നാലും നമ്മളെ പെട്ടെന്ന് തിരിയുന്നത് മറ്റേ ആൾക്കെതിരെയായിരിക്കും. അതെ. അപ്പോൾ ഇമോഷണലായിട്ട് നമ്മൾ സ്റ്റാൻഡ് എടുക്കും. ഇമോഷണലായിട്ട് നമ്മൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. സത്യം എന്താണെന്ന് നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ഏജൻസികളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അവർ അന്വേഷണങ്ങൾ നടത്തുക, അവർ ഇപ്പോൾ തന്നെ കോടതി, ഇൻവെസ്റ്റിഗേഷൻ, ഇതൊക്കെ ഇങ്ങനെ ഈ ടൂളുകൾ അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ തെളിയിക്കേണ്ടത്. നമ്മുടെ എൻ്റെ ഇമോഷണൽ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് ബീയിങ് എ ഹ്യൂമൻ ബീയിങ്, ഐ ഓൾവേസ് പ്രിഫർ ദോസ് ഹു സഫർ. ബിക്കോസ് അങ്ങനെയാണ് നമ്മൾ എല്ലാവരും അങ്ങനെയാണ്. ആ ഒരു സംഗതി നമ്മുടെ ബ്രെയിനിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ അമ്മയ്ക്ക് കുട്ടിയോട് തോന്നുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അമ്മ പഠിച്ചെടുത്തതോ നേടിയെടുത്തതോ അമ്മയുടെ ഗുണമോ അമ്മയുടെ മെറിറ്റോ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് ഈ കേസുകളിലൊക്കെ ഇതാണ് പറയുന്നത്, നമ്മളുടെ എന്തിൻ്റെയെങ്കിലും തെളിവല്ല. നമ്മൾക്ക് എന്തെങ്കിലും ചില ആളുകളെ നോക്കി പറയില്ല, നിനക്ക് മാനവികതയില്ല, മനുഷ്യത്വം ഇല്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ വളരെ വ്യാജ പ്രസ്താവനകളാണ്. എല്ലാവർക്കും മനുഷ്യനാകുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ഗുണമാണ്. നിങ്ങളുടെ ഒരു വൈകാരിക അവസ്ഥയിലേക്ക് വേറെ ആൾ മാറുന്നില്ല എന്ന് പറഞ്ഞ് അയാളെ അങ്ങനെ ഒരു ആക്ഷേപിക്കുന്നത് ഒരു വലിയൊരു വ്യക്തി അധിക്ഷേപമാണ്. അതൊരു ക്രൂരത കൂടിയാണ് യഥാർത്ഥത്തിൽ. അതൊരു ബോഡി ഷെയ്മിങ് ആൻഡ് മെൻ്റൽ ഷെയ്മിങ് കൂടിയാണ്. ഇപ്പം ഞാൻ ഒരാളെ പറയാണ്, നീ അങ്ങനെ, നിനക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ, നിനക്ക് മനുഷ്യത്വം ഉണ്ടോ എന്ന് ഒരാളോട് ചോദിക്കുന്നു. നമ്മുടെ ചില കവികളൊക്കെ കണ്ടിട്ടില്ലേ, മനുഷ്യനാവണം. നമ്മളെല്ലാം മനുഷ്യരാണ്. നിന്റെ പാട്ട സാധനം ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മനുഷ്യനിൽ നീ പറയും, ഞാൻ എങ്ങനെ ഉണ്ടാവും? നീ ഒരു സാധനം കൊണ്ടുവെക്കുന്നു, അത് ഞാൻ എടുക്കുന്നില്ല, കാരണം എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നിട്ട് പറയണം നീ മനുഷ്യനാണ്. കണ്ണു ചോര ഉണ്ടോ?
അല്ല, ഇത്രയൊക്കെ ശരിക്കും അത് ഷെയ്മിങ് ആണത്. പിന്നെ നമുക്ക് ഒരാളോട് അനുഭവം തോന്നുന്നതോ ഇഷ്ടം തോന്നുന്നതോ അല്ലെങ്കിൽ ഒരു കേസിൽ അങ്ങനെ തോന്നുന്നതോ ഒന്നും നമ്മുടെ ഒരു മഹത്വമായിട്ട് കാണാതിരിക്കാനുള്ള ഒരു മര്യാദ മനുഷ്യൻ കാണിക്കണം. വീണ് കിടക്കുന്ന ഒരാളോട് ഒരു അനുഭവം നമുക്ക് തോന്നുന്നു എന്നിട്ട് പറയണം, നോക്കടാ വീണ് കിടക്കുന്നതിനോട് എനിക്ക് ഭയങ്കര അനുഭവം, ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെ വയേർഡ് ആയതുകൊണ്ടാണ്. അങ്ങനെ ഒരാൾക്ക് തോന്നുന്നില്ലെങ്കിൽ അയാളെ ആക്രമിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഓട്ടിസ്റ്റിക് ടെൻഡൻസി ഉള്ളവരെല്ലാം ആക്ഷേപിക്കണമല്ലോ. ഒരാൾക്ക് ലെസ് ഇമോഷണലാണ് എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്കെതിരെ നിങ്ങൾ കൊലവിളി നടത്തുന്നത് ശരിയാണോ? അല്ല. ഇല്ല. നിങ്ങൾ മോർ ഇമോഷണൽ ആയത് നിങ്ങളുടെ ബ്രെയിൻ സെറ്റപ്പ് കൊണ്ടല്ലേ, നിങ്ങളുടെ ഇമോഷണൽ സെറ്റപ്പ് കൊണ്ടാണ്. അവൻ ലെസ് ഇമോഷണൽ ആയത് അവന്റെ സെറ്റപ്പ് കൊണ്ടാണ്. അത് അംഗീകരിച്ച് മനസ്സിലാക്കി അവനോടുകൂടി ഇതേ സഹാനുഭൂതി കാണിക്കലല്ലേ ഒരു മര്യാദ. സഹാനുഭൂതി ഉള്ളവർക്ക് മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ കഴിയുമോ? ഇല്ല. മനുഷ്യത്വം ഉള്ളവർക്ക് മനുഷ്യത്വം കുറഞ്ഞവരെ നോക്കി മനുഷ്യത്വം ഇല്ലടാ എന്ന് ചോദിക്കാൻ പറ്റൂ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞ പ്രസ്താവന ഇല്ലാതാവില്ലേ? ദയുള്ളവർക്ക്, നല്ല രീതിയിൽ ദയുള്ളവർക്ക് ഒരുത്തനോടിക്കണം, ഒരു നിനക്ക് കണ്ണിച്ചോര ഇല്ലാത്തവനാണല്ലോ എന്ന് പറയാൻ പറ്റൂ? നമുക്ക് അയാളോടും ദയ കാണിക്കേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രം, നൈതികത, മതം ഇവയെ തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു മാനദണ്ഡം എന്താണെന്ന് പറയാം? അതിനാ ഞാൻ പറഞ്ഞ നൈതികത എന്ന് പറയുന്നത് നീതിയാണ്, നീതിബോധം. അത് വ്യക്തികൾക്ക് അവരിയ്ക്കുന്ന പരിസരങ്ങളെ ആശ്രയിച്ചാണ് പലപ്പോഴും അവനവന്റെ നീതി ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്റെ സാമൂഹ്യ നീതി എന്ന് ഓരോരുത്തർ പറയും, സോഷ്യൽ ജസ്റ്റിസ്. അവരെ സംബന്ധിച്ച് സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ തന്റെ ജാതിയിലേക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നതാണ് സാമൂഹ്യ നീതി. ഇതിനാണ് അവർ സാമൂഹ്യ നീതി എന്ന് വിളിക്കുന്നത്. അതിനവർ കുറച്ച് പരിപ്രേക്ഷ്യങ്ങളുണ്ടാവും. വേറെയുള്ള ആൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമ്പോൾ അവരുടെ സീറ്റ് പോകുന്നു, അവർക്കത് സാമൂഹ്യ അനീതിയാണ്. ഇപ്പോൾ ജഗദീഷ് ശ്രീമാർ പറയുന്നോണം നിങ്ങളുടെ അനാവശ്യം അവർക്ക് ആവശ്യമായിരിക്കാം എന്ന് പറയുന്നോണം. ഈ നീതി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നീതിയെക്കുറിച്ചുള്ള സംഗതി ഞാൻ പറഞ്ഞ നീതി നിയമം രണ്ടാണെന്ന് പറയും. പിന്നെ ഈ ഫെയർനെസ്, ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇത് വ്യക്തിഗതമല്ല. മനസ്സിലായേ? അത് ശരിക്കും നമുക്ക് അല്ലാതെ തന്നെ പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് 4 ബോട്ടിലുണ്ട്. ഈ 4 ബോട്ടിൽ 2 ബോട്ടിൽ നിങ്ങൾ 2 ബോട്ടിൽ എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈക്വലാണ്. നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതല്ല. എന്തിനും അത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നീതി അങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതായിരിക്കും അവന്റെ നീതി. ഇപ്പൊ ജന്മിയുടെ കഴുത്ത് വെട്ടി നടറോടി കൊണ്ടുവന്നിട്ടിട്ട് അവന്റെ 10,000 കൊള്ളയടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നീതി. പക്ഷെ ജന്മിയുടെ വീട്ടുകാർക്കോ അല്ലെ അവന്റെ അനന്തര തലമുറക്കോ അത് ഭയങ്കര അനീതിയും അക്രമമായിട്ട് തോന്നും. അപ്പൊ ഈ നൈതികതയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നീതി ഈസ് സബ്ജക്റ്റീവ്, ബേസിക്കലി ഇറ്റ് ഇസ് നോട്ട് ഒബ്ജക്റ്റീവ്. നിയമം അങ്ങനെയല്ല. നിങ്ങൾ എല്ലാവരും 5 മീറ്റർ ചാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിയമമെങ്കിൽ എല്ലാവരും 5 മീറ്റർ തന്നെ ചാടേണ്ടത്. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ സയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെയാണ് ഒബ്ജക്റ്റീവാണ് സയൻസ്. സയൻസ് സബ്ജക്റ്റീവ് അല്ല, വ്യക്തിക്ക് അതീതമായിട്ട് ആ തെളിവ് വരേണ്ടത്. മനസ്സിലായി? നിങ്ങളൊരു മരുന്ന് കഴിച്ചിട്ട് രോഗം മാറിയെന്നും പറഞ്ഞ് നിങ്ങൾ നടന്നുകൊണ്ട് രോഗം മാറിയെന്നില്ല. ചിലപ്പം നിങ്ങൾക്ക് ആ ഒരു ദിവസം ഒന്ന് ആശ്വാസം കിട്ടിയപ്പോൾ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയായിരിക്കും. ഒരു കരിഷ്മാറ്റിക് സെന്ററിൽ പോയിട്ട് നിങ്ങളുടെ ക്യാൻസർ മാറിയെന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ വന്നിരുന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് RCCയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പം ഈവൻ രോഗമൊക്കെ നമ്മളെപ്പോഴും വ്യക്തിപരമായിട്ടാണ് പറയുന്നത് അല്ലേ? എൻ്റെ വേദന നിനക്കറിയില്ല എന്നല്ലേ പറയാം. പക്ഷെ എന്നാൽ പോലും സയൻസ് അതല്ല. അതാണ് ഈ ചികിത്സ ഈ പറയുന്നോളം വ്യക്തിക്ക് അതീതമായ തെളിവ് വേണമെന്ന് നമ്മൾ പറയാം. ഡോക്ടറും രോഗിയും സമ്മതിച്ചാലും കാര്യമില്ല. അപ്പോൾ അൾസർ പോയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്നു, രോഗിയും സമ്മതിക്കുന്നു, മരുന്നും കഴിക്കുന്നു. പക്ഷെ അൾസർ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ തെളിയിക്കുന്നത് അതിൻ്റെ സ്കാൻ ഒന്നുകൂടെ എടുത്ത് നോക്കിയിട്ടാണ്. അല്ലാതെ ഡോക്ടറും മരുന്നും രോഗിയും വെച്ച് തീരുമാനിക്കാൻ പറ്റില്ല. അങ്ങനെ തീരുമാനിക്കുന്നതിനെ നമ്മൾ സയൻസ് എന്ന് പറയത്തില്ല. സയൻറ്റിഫിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ ഉദ്ദേശം ഡോക്ടർക്കും രോഗിക്കും അതീതമായ സാധൂകരണം. ഞാൻ ആ വൈദ്യരെ പോയി കണ്ട് പുള്ളി ഒരു എണ്ണ തന്ന് എൻ്റെ ഇതങ്ങ് മാറി ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ചികിത്സാഫലമല്ല. ശാസ്ത്രീയമായ ചികിത്സ പറയാന്ന് പറയുമ്പോൾ ആദ്യം അത് ഡയഗ്നോസ് ചെയ്യണം. നിങ്ങൾ പറയുന്ന രോഗം നിങ്ങൾക്ക് കൊണ്ടുവന്ന് വെക്കണം, അത് സ്ഥിരീകരിക്കണം. അതിന് ഒരുപാട് ടെസ്റ്റ് നടത്തണം. ചിലപ്പം ബ്ലഡ് ടെസ്റ്റോ യൂറിൻ ടെസ്റ്റോ സ്കാനോ എന്തെല്ലാം നടത്തണം. രോഗം ഉണ്ടെന്ന് തെളിയിക്കണം, അതിന് മരുന്ന് തരണം, അല്ലെങ്കിൽ അതിന് ക്യൂറേറ്റീവായിട്ട് എന്തെങ്കിലും ചികിത്സ നടത്താം. എന്നിട്ട് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്നുകൂടെ നടത്താം. ഒന്നുകൂടെ നടത്തുമ്പോൾ നേരെ വിപരീതമാണ് റിസൾട്ട് എങ്കിൽ ഡോക്ടറും രോഗിയും സമ്മതിച്ചില്ലെങ്കിലും ആ രോഗം പോയി.
സമ്മതിച്ചില്ലെങ്കിലും പോയി, സമ്മതിച്ചാലും പോയി. അതെ. ഹോമിയോക്ക് അങ്ങനെയല്ല. അല്ല, ഹോമിയോക്ക് നിങ്ങളൊരു ഭാവനാ ലോകത്താണ്. എൻ്റെ അരിമ്പാറ പോയി എന്ന് പറയും. നിങ്ങളുടെ അരിമ്പാറ പോയിട്ടുണ്ടാവും, പക്ഷെ അതിന് ഹോമിയോ മരുന്ന് എന്തെങ്കിലും പ്ലേ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഞാനല്ല ഗിരീഷിൻ്റെ ഷൂവിൻ്റെ കാര്യം പറഞ്ഞു. ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ ഗിരീഷിൻ്റെ ഷൂവിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഹോമിയോ മരുന്ന് കഴിക്കുന്നവർക്ക് അരിമ്പാറ പോകാറുണ്ട്. എൻ്റെ കയ്യിൽ അരിമ്പാറ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഈ വിരലെല്ലാം ഉണ്ടായിരുന്നു. ഞാനൊരു ഡാഷ് ഓയും കഴിച്ചിട്ടില്ല. അപ്പോൾ കുറേ കഴിഞ്ഞ് അതങ്ങ് പോയി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ എല്ലാം 1-2 അരിമ്പാറ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഹോമിയോ മരുന്നും കഴിച്ചിട്ടില്ല, അതിനായിട്ട് ഒരു മരുന്നും കഴിച്ചിട്ടില്ല. പക്ഷെ വളരെ കുഞ്ഞു കുട്ടികളെ വരെ ഈ ഹോമിയോ മരുന്നിന് അഡിക്റ്റ് ആകുന്ന ഒരുപാട് പാരന്റ്സ് ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് പോലെ അമ്പലത്തിൽ പോകുന്നോണം, പൂജ നടത്തുന്നോണം, ചരട് കെട്ടുന്നോണം ഹോമിയോ മരുന്ന്. പക്ഷെ ഈ ഒരു സംഭവം കൂടി ഉണ്ട്. അതായത് എനിക്ക് എന്താ പറയാ, എന്തോ ഒരു തലവേദന അങ്ങനെ എന്തോ ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ ഇന്ന ഹോമിയോ ഡോക്ടറെ പോയി കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ പറഞ്ഞു പെട്ടെന്നൊന്നും ശരീരത്തിന് പിടിക്കില്ല, കാരണം ഇത്രയും നാള് അതുകൊണ്ട് അപ്പോൾ കുറച്ച് കാലം എടുക്കും അതൊന്ന് പിടിക്കാന്നുള്ള രീതിയിൽ. അങ്ങനെ കുറച്ച് കാലം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തല ഉണ്ടാവില്ലായിരുന്നു. അല്ല, എൻ്റെ കേസ് എന്ന് പറഞ്ഞാലേ ഹോമിയോയിൽ ഒന്നാമത് മരുന്നില്ല, മരുന്നുണ്ടെങ്കിൽ ഹോമിയോ അല്ല. ഹോമിയോക്കാർ എന്തെങ്കിലും മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ മദർ ടിങ്ചർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിക്കാണ്. ഇത് ഡയല്യൂഷൻ വരുമ്പോൾ പൊട്ടൻസി കൂടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഡയല്യൂട്ട് ചെയ്യാതെ നിങ്ങൾ മദർ ടിങ്ചർ കൊടുക്കുക, അതൊരു മരുന്നാണല്ലോ. അപ്പൊ അത് ആയുർവേദം പോലെയല്ലേ, അത് ഹോമിയോ അല്ലല്ലോ. ഹോമിയോ മരുന്ന് ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഹോമിയോ മരുന്നെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഹോമിയോ മരുന്നുണ്ടായി കഴിഞ്ഞാൽ അത് ആയുർവേദം പോലെയാണ്. എന്തോ ഒരു സാധനം കെമിക്കല് അല്ലെങ്കിൽ അത് ഇത് നിങ്ങൾ കഴിച്ചു, അതിന്റെ മാറ്റം ഉണ്ടായെന്നല്ലേ പറയുന്നത്. ഹോമിയോപ്പതിയുടെ സിദ്ധാന്തം അനുസരിച്ച് അങ്ങനെയല്ല. അതെ, 1 drop substance in water larger than solar system എന്നാണല്ലോ. അതായത് നേർപ്പിച്ച് അതിന്റെ അടപ്പ് ഉരുക എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയാം. ഒരു തുള്ളി എടുത്ത് ഒരു ബീക്കറിൽ ഇടുക, എന്നിട്ട് ആ ബീക്കറിൽ നിന്ന് ഒരു തുള്ളി എടുത്തിട്ട് വേറൊരു ബീക്കറിൽ ഇടുക, എന്നിട്ട് ആ ബീക്കറിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അങ്ങനെ 30 തവണ നേർപ്പിച്ച് കിട്ടുന്നതിന് ഒരെണ്ണം എടുത്ത് നിങ്ങൾക്ക് തരിക, നിങ്ങളുടെ അസുഖം പോവുക. 30 എന്ന് പറയുന്നത് ഏറ്റവും ബെയർ മിനിമം ആണ്. 3 മില്യൺ 4 മില്യൺ തവണ നേർപ്പിക്കുന്നതാണ് ശരിക്കും പൊട്ടൻസി വരുന്നത്. അപ്പൊ അതിനവർ പറഞ്ഞു തന്നെ വെള്ളം ഓർത്തിരിക്കും, വെള്ളത്തിന് ഓർമ്മയുണ്ടെന്ന് അവർ ആദ്യം ഒഴിച്ച മരുന്ന് ഓർത്ത് വെള്ളം ചെയ്ത പണി. അപ്പൊ ഓർക്കുന്ന വെള്ളം ഇത്രയും പണി ചെയ്യുമെങ്കിൽ ഓർക്കാത്ത വെള്ളം എനിക്കറിയാം. മരുന്നില്ല എന്നുള്ളതാണ് ഹോമിയോപ്പതി. അതാണ് ഞാൻ പറയുന്നത്. മരുന്നില്ല, അതിനകത്ത് മരുന്നില്ലല്ലോ. ഒരു അവഗാഡ്രോ പ്രിൻസിപ്പിൾ അറിയാമല്ലോ. 30C എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മൾ ഇട്ട ആ മരുന്നിന്റെ ഒരു മോളിക്കൂൾ പോലും ഉണ്ടാവില്ല. ഉണ്ടായാലും അത് ഹോമിയോ മരുന്നല്ല, വേറെ എന്തോ മരുന്നാണ്. നമ്മൾ ഹോമിയോപ്പതിയിൽ ചെല്ലുമ്പോൾ അവർ തരുന്ന മരുന്നുകൾ എന്തെങ്കിലും തരുന്നുണ്ടായിരിക്കും, കഴിക്കാനും കുടിക്കാനും അല്ലെ പുരട്ടാനും. അതൊന്നും ഹോമിയോപ്പതി മരുന്നല്ല. അത്ര എനിക്ക് പറയാൻ പറ്റും. അല്ല, മറന്നുപോയി എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ മറക്കാൻ അനുവദിക്കാതിരുന്നാ മതിയല്ലേ? ഏതാ? അല്ല, വെള്ളം മറന്നു. അതെ, വെള്ളത്തിന് ഓർമ്മയുണ്ട്. വെള്ളത്തിന് ഓർമ്മയുണ്ടെന്ന് പറയുമ്പോൾ എന്താണ്? നല്ലൊരു പോയിന്റാണത്. കാരണം മറ്റതിനകത്ത് നമ്മൾ മറക്കാൻ അനുവദിക്കുന്നില്ല. ഓർമ്മ സജീവമാണ്. ഇത് ഒരുപാട് നഷ്ടപ്പെട്ടു എല്ലാം പോയിട്ട് ഇരുന്ന് ഓർത്തെടുക്കുകയാണ് അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഉള്ളതാണോ നല്ലത്, നിങ്ങളുടെ നഷ്ടപ്പെട്ട മൊബൈൽ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നതാണോ നല്ലത്? ഭയങ്കര തിയറിയാണ്. പക്ഷെ ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഞാൻ പറയാം. ഫെയ്ത്ത് ആണത്. ഫെയ്ത്തിന് ഈ 3 കാരണങ്ങളില്ല: ഫാക്ട്, റീസൺ, ലോജിക്, എവിഡൻസ്. ഈ 4 ആവശ്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ചെന്ന് ചോദിച്ചു നോക്കി, ഇത് 4 വെച്ചാണോ തുടങ്ങിയത്? അല്ല, 4 വെച്ചാണ് തുടങ്ങിയത്. 4 വെച്ച് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് 4 ആവശ്യമില്ല. ഈ 4 വന്നാൽ അവർ മാറ്റത്തുമില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ ഹോമിയോപ്പതിയുടെ കാര്യം തന്നെ അവർ ഇത്രയും വർഷം പഠിച്ചിട്ടാണല്ലോ ഇറങ്ങുക. അപ്പോൾ അങ്ങനെ ഒരു മരുന്നില്ലെങ്കിൽ എന്ത് മരുന്ന് ഉണ്ടാക്കാനായിട്ടാണ്, ഏത് മരുന്ന് സജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇത്രയും കാലം പഠിക്കുന്നത്? അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ കോമഡി. ഈ 1 മാർക്ക് എൻട്രൻസിന് 1 മാർക്ക് അരമാർക്കൊക്കെ കുറയുന്നവരാണ് ഹോമിയോപ്പതിയിലോട്ട് തിരിയുന്നത്. അവർക്ക് അറിയില്ല ഇതെന്താ. ഒരു +2 കഴിഞ്ഞ പിള്ളേരല്ലേ. പിന്നെ അവർ ഇതിനകത്തായി കഴിഞ്ഞ് പിന്നെ ഇതിനെ ന്യായീകരിക്കലാണ് അവരുടെ ഒരു ജോലി. അവർ ക്വാണ്ടം ഫിസിക്സോ നാനോ പാർട്ടിക്കിൾസോ എന്തെല്ലാം സാധനത്തിലേക്ക് അവർ പോകും. പിന്നെ ഇവരിത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ രോഗങ്ങൾ
ഈ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങളുണ്ട്. നമ്മുടെ ശരീരം തന്നെ ഒരു വലിയൊരു ലബോറട്ടറിയാണ്. എല്ലാ രാസപദാർത്ഥങ്ങളും മരുന്നുകളും ഇതിനകത്തുണ്ട്. നമ്മുടെ കാൽസ്യം എല്ലാ എലമെന്റ്സും എല്ലാം ചേർന്നാണ്. അപ്പോൾ അതിൻ്റെ ഓരോരോ പൊസിഷൻസ് മാറുമ്പോൾ ഓരോരോ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. സോഡിയം കുറവാണെന്നൊക്കെ കണ്ടില്ലേ? സോഡിയം കുറവാണെങ്കിൽ കിടന്ന് ഭയങ്കര നിലവിളിയൊക്കെ ഉണ്ടല്ലോ. അത് സോഡിയം കുറവ്, സോഡിയം കുറവോ പൊട്ടാസ്യം കുറവോ എന്നൊക്കെ പറയത്തില്ലേ? കാൽസ്യം കുറവായി എല്ലൊടിയത്തില്ലേ? അപ്പൊ നിങ്ങളുടെ ശരീരം എന്താണ്? കാൽസ്യം കുറവാണെങ്കിൽ കാൽസ്യം കൂടിയ അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പൊ കാൽസ്യം ഉള്ളതാണല്ലോ നിങ്ങളുടെ ശരീരം. അപ്പൊ കാൽസ്യവും സോഡിയവും അതും ഇതും അതിന്റെ സംയുക്തങ്ങളും വേരിയേഷൻസും എല്ലാം ഉള്ള ഒരു സംഗതിയാണ് നിങ്ങള്. അതിനകത്തുണ്ടാകുന്ന അവസ്ഥകൾ മാറുമ്പോൾ തനിയെ മാറാം, നിങ്ങളുടെ ആഹാരത്തിലൂടെ മാറാം. നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഒരുപക്ഷെ ആഹാരമാകും, അല്ലെ നിങ്ങളുടെ രക്തത്തിലേക്ക് കുത്തിവെച്ച് മാറ്റാം, അല്ലേ? അപ്പൊ അത് മാറുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ മാറും. അപ്പൊ ശരീരം തന്നെ സ്വയം മാറ്റുന്നുണ്ട് പല കാര്യങ്ങൾ. തലവേദന ഒന്നും ചെയ്തില്ലേലും മാറത്തില്ലേ? പനി മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും, ഇല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട്. അല്ലെങ്കിൽ അത് പനിയല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. നിങ്ങളൊരു വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ നാൾ ബോധവും വെളിവൊന്നുമില്ല കിടക്കും. പിന്നെ തന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം വൈറസിനെ പ്രതിരോധിച്ച് അതിനെ തുരത്തും. എല്ലാ രോഗവും പരിഹരിക്കുന്ന ആരാ? ശരീരമാണ്. ശരീരം പരിഹരിക്കാത്ത ഒരു രോഗം നിങ്ങൾ അതിജീവിക്കില്ല. ഈ മരുന്നുകളെല്ലാം തന്നെ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിന്റെ ശേഷിയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചില പറഞ്ഞില്ലേ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, അദ്ദേഹം ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരുന്ന് കൊടുക്കുന്നു, അയാൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരീരം അത് എടുക്കുന്നില്ല. ശരീരം അത് എടുത്ത് വേണ്ട ചെയ്യുന്നത്. ആനയ്ക്ക് നമ്മളിത് കൊടുക്കുന്നുണ്ടോ, ആന അത് എടുക്കുന്നില്ല. മനസ്സിലായോ? രോഗം എന്ന് പറഞ്ഞൊരു അവസ്ഥയില്ലല്ലോ. രോഗം നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഓരോരോ രോഗത്തിന് ഓരോരോ പേര് നമ്മൾ പിന്നെ സജീഷ് വിനീഷ് എന്നൊക്കെ പറഞ്ഞ് പേരിടുന്നതാണോ ഓരോരോ പേര് കൊടുക്കുകയാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞൊരു പൊതുവായൊരു വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന അനോമലീസാണ്. അനോമലീസ് നമ്മൾ പരിഹരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ശരീരം തന്നെയാണ് അതിന് വേണ്ടുന്ന കെമിക്കൽസ്. ഇപ്പം കാൽഷ്യം കുറേ ഉള്ള ഒരാൾക്ക് കാൽഷ്യം കൊടുക്കുമ്പോൾ അയാളുടെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഇല്ലാതാവുന്നു. എങ്ങനെ ഇല്ലാതാവുന്നു? നമ്മൾ കൊടുക്കുന്ന കാൽഷ്യം ശരീരം ടേക്ക് ചെയ്യുന്നു. ടേക്ക് ചെയ്തിട്ട് അത് വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കുന്നു. അതിന് ജീവൻ വേണ്ടേ? ജീവൻ ഇല്ലാതെ കൊണ്ടുവന്ന് ശവത്തിന്റെ മേളിൽ കാൽഷ്യം കുത്തിവെച്ച കാര്യമുണ്ടോ? അപ്പൊ ചികിത്സ നടത്തുന്ന സോക്കോൾഡ് ചികിത്സ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ്, അതിനെ ഇൻഡ്യൂസ് ചെയ്യാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇന്റേണൽ ആയിട്ടൊരു ഓർഗൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുക, അതൊരു ഗ്രോത്ത് ആയിരുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം കരിഞ്ഞ് വീണ്ടും നോർമൽ ആയെങ്കിലല്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതൊരു വൂണ്ടായിട്ട് ഇങ്ങനെ രക്തം ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റേ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ബാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു കഴിവ് ശരീരത്തിനുണ്ടെങ്കിലല്ല നമുക്ക് കട്ട് ചെയ്യാം, കട്ട് ചെയ്യാം. പക്ഷെ കട്ട് ചെയ്തിട്ട് അത് ക്യൂർഡ് ആവണ്ടേത്. നല്ല ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ രക്തം ഇങ്ങനെ പ്രൊഫ്യൂസ്ലി രാവിലെ തൊട്ട് വൈകുന്നേരം വീണ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തീരത്തില്ലേ? അത് ക്ലോട്ട് ചെയ്യാനായിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സ് വേണ്ടേ? അപ്പൊ അവിടെ ആരാണ് പ്ലേറ്റ്ലെറ്റ്സ് കൊണ്ടുവരുന്നത്? അപ്പൊ ഈ ക്യൂർ എന്ന് പറയുന്ന സാധനം ബേസിക്കലി അങ്ങനെയാണ് നടക്കുന്നത്. സയൻസ് അത് പ്രൊമോട്ട് ചെയ്യാണ്. അതിനെയാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എല്ല് ഒടിഞ്ഞു കൊണ്ടുവന്ന് ചേർത്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വീണ്ടും ഊറിച്ചേർന്ന് ഒന്നാവുന്നു, അല്ലേ? ഊറിച്ചേർന്ന് ഒന്നായില്ലെങ്കിൽ എടുക്കുന്ന ദിവസം ഇത് രണ്ടും പോലെ ഇരിക്കും, പൊട്ടിപ്പിടിക്കില്ല. അപ്പോൾ അവിടെ ആരാ നടക്കുന്നത്? അപ്പോൾ നമ്മുടെ ശരീരം ചെയ്യുന്ന ജോലി പുറത്തുനിന്ന് ഹോമിയോപ്പതിക്ക് അവകാശപ്പെടാം. എൻ്റെ തലയിൽ താരനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ആള് ഹോമിയോ ഡോക്ടറായിരുന്നു. ആളിപ്പോൾ ഓക്കെ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് പല മാർഗങ്ങളും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായി. ഹോം മെയ്ഡ് റെമഡീസും പിന്നെ ഡോക്ടേഴ്സിനെ കാണിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായി. ഇപ്പോൾ മാറ്റമില്ലാതിരുന്നപ്പോൾ എൻ്റെ സുഹൃത്ത് ഹോമിയോ ഡോക്ടറായി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനിങ്ങനെ അവളോട് ചോദിച്ചു, പോയി ചോദിക്കുകയല്ല, ജസ്റ്റ് മൊബൈൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചു, എടാ ഇങ്ങനെ തലയിൽ താരനുണ്ട്, എന്താ വേണ്ടത് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. പക്ഷെ ആളില്ലേ ആ ഒരു തലയിൽ താരൻ മാറണോ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ആഡ് വാട്സപ്പ് സ്റ്റാറ്റസായി വെച്ച് അതിനാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചത്, എന്താ വേണ്ടതെന്ന്. അപ്പം എന്നോട് പറഞ്ഞു, ബെറ്റർ ആയിട്ട് ചെയ്യേണ്ടത്
എണ്ണ തേച്ച് ഷാംപൂ ചെയ്ത് കളയാ വേണ്ടത്. ഹോമിയോപ്പതിയിൽ വന്ന് കാണിക്കണ്ട. കാരണം ഹോമിയോപ്പതി മരുന്ന് യൂസ് ചെയ്താൽ ചിലപ്പോൾ അത് സോറിയാസിസ് ആവാനുള്ള സാധ്യതയുണ്ട്. സോറിയാസിസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനകത്ത് എന്തോ മരുന്നുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? എനിക്കറിയത്തില്ല. ഒരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഏറ്റവും വലിയ ഓവർഡോസ്. ഒരിക്കലും സ്വന്തം ഒരു ഹോമിയോപ്പതി സർജന് തന്നെ ഇപ്പോൾ പാരസെറ്റാമോൾ ഒരു 10-35 എടുത്തടിക്കാന്ന് ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ എഴുന്നേക്കത്തില്ല. അത് കണക്ക് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അല്ല അത് ഡോസ് കൂടുതലല്ലേ ഇതിന്. ആക്ച്വലി ഏറ്റവും കൂടുതൽ ഡോസ് എവിടെയാ വരുന്നത്? ഹോമിയോപ്പതിയിൽ മരുന്ന് ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡോസ്. സാധാരണ എങ്ങനെയാണ് അവർ പറയുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ കഴിക്കുന്നതനുസരിച്ച് അതിന്റെ പൊട്ടൻസ് കുറഞ്ഞു വരും. നമ്മൾ ഒരു കൈ നിറച്ച് വാരി കഴിച്ചാൽ അത്രയും എഫക്റ്റ് ഇല്ലാതായി പോകും. ഒരെണ്ണമാണ് വേണ്ടത് ശരിക്കും, അല്ലേ? അതെ 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 അവർ പറയുന്നതിനനുസരിച്ച് അങ്ങനെയാണ്. ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം തന്നെ അശാസ്ത്രീയമാണ്. അതായത് ഒരു വസ്തു നേർപ്പിക്കുന്നതോറും വീര്യം കൂടുന്നു, അല്ലെ പൊട്ടൻസി കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മദ്യപിക്കാത്ത എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലഹരി. ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, അപ്പൊ എനിക്കാണ് ഏറ്റവും കൂടുതൽ ആൽക്കഹോളിക് ആയിട്ടുള്ള വ്യക്തി ഞാനാണ് എന്ന് ഞാൻ പറയണം. ഹോമിയോപ്പതി ഡോക്ടറാണെങ്കിൽ മദ്യപിക്കുന്ന ഓരോരുത്തർ മദ്യപിക്കില്ലേ, അതെടുത്ത് കഴിക്കുന്നു, അപ്പൊ അവർക്ക് കിക്കാവുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ കിക്കാവുന്ന ആർക്കാ? ഒരിക്കലും മദ്യപിക്കാത്തവർക്കാണ്. അവർക്ക് ഒരു മോളിക്കൂൾ പോലും കിട്ടുന്നില്ലല്ലോ. അവര് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്? അല്ലെ, ചോദിച്ചാൽ മതി. ഹോമിയോ ഡോക്ടേഴ്സിന്റെ ഒക്കെ ചോദിച്ചാൽ മതി, നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? മദ്യപിക്കാറുണ്ട്. ഉണ്ട്, ഇടയ്ക്കൊക്കെ കഴിക്കുന്നു. വെള്ളമാണോ കൂടുതലും മറ്റേതാണോ? ഡൈലൂട്ടഡ്. അവർ ഹോമിയോപ്പതി ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രമായിരിക്കും അവർ കുടിക്കുന്നത്. വെള്ളം മദ്യമാണെന്നുള്ള സങ്കല്പിച്ച് കുടിച്ചിട്ട് മദ്യത്തിന്റെ ഓരുണ്ടാക്കുന്നതായിരിക്കും അവർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സാറ് ഈ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, അല്ലെ? അപ്പൊ ഈ ഒരു നാട്ടിൽ ദൈവത്തിനെ പറ്റി അല്ലെങ്കിൽ മതത്തിനെ പറ്റി ഇങ്ങനെ തുറന്നു പറയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോ അവിടെ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ സാറിന് അത് വളരെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ആൾക്കാരുടെ ആ ഒരു സമീപനം. പിന്നെ ഇത് ഭയങ്കര അൾട്ടിമേറ്റ് ചലഞ്ചാണ്. ഒരു വിശ്വാസിയുടെ തെളിവും ലോജിക്കും റീസണും ഒക്കെ സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അത് എവറസ്റ്റ് കീഴടക്കുന്നതല്ല. അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. ഇത് ഒരു രക്ഷയില്ലാത്തൊരു കാര്യമാണ്. കാരണം അവന്റെ ഒരു ബൈ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, തന്നെ വഴിതെറ്റിച്ച് തനിക്ക് എന്തോ ഒരു പാപം കിട്ടുന്നത് ഇല്ലാതാക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നു എന്നാണ് അവന്റെ ധാരണ. എനിക്ക് ഇന്നാരുടെ അനുഗ്രഹമുണ്ട്, അല്ല ഇന്ന ഇതുണ്ട്, അത് ഇല്ലാതാക്കാൻ വന്ന അതിൽ യാഗം മുടക്കാൻ വന്ന രാക്ഷസൻ എന്നുള്ള രീതിയിലാണ് അതാണ് ആളുകൾ കരുതുക. അപ്പൊ അതുകൊണ്ട് ചാലഞ്ചിങ് ഒന്നും അല്ലത്, അത് ചാലഞ്ചുകളേക്കാൾ വലുതാണ്. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സാധനം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ആളുകൾ അങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു അത്ഭുതവും ഒരു ആവേശവും ഒക്കെ ആയിട്ട് മാറുന്നത്. ഇതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോലിയാണ്. അത് ബേസിക്കലി പ്രത്യേകിച്ച് ഒരു ശീലങ്ങളൊക്കെ തന്നെ കൈയൊഴിയാനായിട്ട് ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിഷ്ടപ്പെടില്ല. മാതൃഭാഷ മറക്കണം എന്ന് പറയുന്നത് പോലൊക്കെ അവർക്ക് തോന്നും. മാതൃഭാഷ മറക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആഹാര രീതി, നിങ്ങൾ പാമ്പിനെ തിന്നാത്ത ഒരാൾ ഇടയ്ക്ക് പുതുതായിട്ട് പാമ്പ് നല്ല സാധനമാണ് എടുത്ത് കഴിച്ചു, നല്ല പ്രോട്ടീനാണ്, എന്താ ചൈനക്കാരെ ലോകത്തിൻ്റെ മുകളിലെത്തിയില്ലേ, ജപ്പാൻകാരെത്തിയില്ലേ, അല്ലെങ്കിൽ അവരെത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. അവർ നോക്കുമ്പോൾ പാമ്പ് ഇപ്പം ആ അവസ്ഥയിലാണ്. വിശ്വാസം വൈകാരികമാണ് കേട്ടോ, വൈചാരികമല്ല, വൈകാരികമാണ്. ഈ അടുത്തിടെ ഒരാളെൻ്റെ വന്ന് പണ്ടേ പറയുന്നതാണ്, എന്തോ ഒരു അസുഖം വന്നാൽ തീരുന്നേ ഉള്ളൂ നിൻ്റെയൊക്കെ നിരീശ്വരവാദം, ഒരു വയറിളക്കം വന്നാൽ തീരുന്നേ ഉള്ളൂ നിൻ്റെയൊക്കെ നിരീശ്വരവാദം എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ കരുതുന്ന അതെല്ലാവർക്കും അല്ലാതെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വിശ്വാസം തുടങ്ങിയത് വയറിളക്കം വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു അസുഖം വരുമ്പോൾ അയാൾ അന്ധവിശ്വാസി ആവുന്നു എന്നാണ് ഇവർ പറയുന്നത്. ദൈവത്തിനെ വിളിക്കുന്നതാണോ? എന്തോ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കും സോ വാട്ട്. ഒരു വ്യക്തിക്ക് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ മോശമായ അവസ്ഥയാണ്, അയാൾ കൂടുതൽ ദുർബലനാവുന്ന അവസ്ഥയാണ്, അയാളുടെ എല്ലാ കാര്യങ്ങളും ഫങ്ഷൻ നേരെ ചെയ്യാത്ത അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അയാൾ എന്തെങ്കിലും പറയുന്നത് ശരിയാവും, അയാളങ്ങനെ പറയുമായിരിക്കും ഒരു പക്ഷേ. പണ്ടില്ല ജയന്റെ ഒരു കഥയുണ്ട്. ജയനും എം എൻ നമ്പ്യാരുടെ എന്താ പറയുക,
ഒരു സ്റ്റണ്ട് എം എൻ നമ്പ്യാരെ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. അപ്പം ജയൻ ഭയങ്കര ബാസാണ്, മറുട എന്നൊക്കെ നോക്കിയാണ്. അപ്പോൾ എം എൻ നമ്പ്യാർ ഈ ജയൻ്റെ കൈ ഒരു വിൻഡോയിൽ പുറേ ഇടക്കൂടെ ഇട്ടിരിക്കുകയാണ്. കമ്പി വിൻഡോയാണ്, അഴികളുള്ള. അപ്പോൾ കൈ ജയൻ്റെ അകത്തായിപ്പോയി. അന്നേരം എം എൻ നമ്പ്യാർ ഈ കൈ ഇങ്ങനെ പിടിച്ച് വളച്ചൊടിക്കുകയാണ്. ഇങ്ങനെ എം എൻ നമ്പ്യാരുടെ മുഖം ഇങ്ങനെ ഇങ്ങനെ വളയുന്നില്ല. അന്നേരം ജയൻ ആദ്യം പറയും കൈ വളരെ ബാസിലാണ് പറഞ്ഞത്, കൈ വിടാൻ എന്നൊക്കെ പറയും. അപ്പൊ ഇയാൾ വീണ്ടും ഇങ്ങനെ പിടിച്ചോടിക്കും. അവസാനം എന്താ അമ്മേ കൈ എന്ന് അവസാനം പറയാം. അന്നേരം എം എൻ നമ്പ്യാർ പറയാം അങ്ങനെ വഴിക്ക് വേടാ എന്ന് പറയുന്ന അവസരം. അപ്പൊ അതായത് ഇപ്പൊ കുറെ അങ്ങ് പിടിച്ച് ഇതായപ്പോ അവന് വേദന സഹിക്കാൻ വയ്യാതെ പൂച്ച കരയുന്നോടെ സംസാരിച്ചു അല്ലേ. ഇപ്പൊ ഇതുകൊണ്ട് എന്തോ തെളിയുന്നത്, അതായത് നമ്മളുടെ ഓരോ ത്രഷോൾഡ് കടക്കുമ്പോൾ നമ്മൾ ഓരോ രീതിയിൽ പെരുമാറും. ഇപ്പൊ മദ്യപിക്കുന്നത് ആദ്യമൊക്കെ കുറച്ച് കഴിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല, സംസാരിക്കും, ഒരു ആവേശം, കണ്ണിലൊരു തിളക്കം, കുറച്ച് കൂടുതൽ ചിരിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് പിന്നെ കൂടുതൽ മോശമായി വരും. ഇറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ്. വിശ്വാസികൾ പൊതുവിൽ പറയുന്നൊരു കാര്യം, അസുഖം വരുമ്പോൾ എന്തോ ദൈവത്തെ വിളിക്കും. അസുഖം വരികയോ മരിക്കാൻ പോവുകയോ ചെയ്യുമ്പോൾ ദൈവത്തെ വിളിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. വിളിച്ചുകൊണ്ട് മരിക്കാം. ഓ അങ്ങനെ ചില പറയില്ലേ, എനിക്ക് അവനെ രണ്ട് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞോണം. അവസാനം അസുഖം വന്ന് കിടന്ന് രാമ കൃഷ്ണ എന്നൊക്കെ വിളിച്ചോണ്ട് മരിക്കാം, വിളിക്കാതെ മരിക്കാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. വിശ്വാസികൾ പൊതുവിൽ പറയുന്നുണ്ട് ഇങ്ങനെ അവസാനം നീ വിളിക്കും എന്നാണ്. അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുവോ? ഇതാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെ വിളിക്കാൻ ആളുകൾ റെഡിയാണ്, ഞാനിപ്പോഴേ റെഡിയാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമ്മൾ റെഡിയാണ്. അതൊരു ഗിവ് ആൻഡ് ടേക്ക് അല്ലേ, ലേനാദേന. അതുണ്ടോ എന്നുള്ളതാണ്, അതില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ആ ചിന്തിക്കുന്നവർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ, അതായിരിക്കാം ചിലപ്പോ. എന്റെ പൊന്നു കുഞ്ഞെ, മരണാനന്തര ജീവിതം, മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം, ജീവിതത്തിന്റെ അവസാനം. ജീവിതം ഇല്ലാത്ത അവസ്ഥയാണല്ലോ മരണം. ജീവിതം ഇല്ലാത്ത അവസ്ഥയിലെ ജീവിതമോ? അതെന്ത് ജീവിതമാണ്? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിച്ചാല ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞു. ജീവിതം ഇല്ലാത്ത അവസ്ഥയിലെ ജീവിതം, വെള്ളമില്ലാത്ത അവസ്ഥയിലെ വെള്ളം, അതുപോലെയാണ്. വെള്ളമില്ലാത്ത അവസ്ഥയിലെ വെള്ളം. അപ്പോൾ ഉണ്ടാവില്ലല്ലോ. അല്ല, ഈ വാദം മരണാനന്തര ജീവിതം എന്നല്ലേ പറയുന്നേ. മരണം എന്ന് പറഞ്ഞാൽ ജീവിതം ഇല്ലാത്ത അവസ്ഥ, ഉറപ്പാണല്ലോ. മരണം എന്ന് പറഞ്ഞാൽ ജീവിതം ഇല്ലാതാവും, ജീവിതം അവസാനിക്കുമ്പോൾ മരണം സംഭവിക്കുക. there is no life. ലൈഫ്ലെസ്നെസ് ആണ് ഡെത്ത്. ജീവിതം ഇല്ലാത്ത അവസ്ഥയാണ് മരണം. അപ്പൊ അവിടുത്തെ പിന്നെന്ത് ജീവിതം? ജീവിതം ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത അവസ്ഥയിലെ ജീവിതം, അതെന്ത് ജീവിതമായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് മരണമുണ്ടോ? ഇപ്പൊ മരണമുണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് മരണമില്ല, ജീവിതമാണുള്ളത്. ആണല്ലോ. അപ്പൊ ഈ മരണം ഇല്ലാത്ത അവസ്ഥയിലുള്ളത് ജീവിതമാണ്, മരണമില്ല. അപ്പൊ അതേപോലെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്, ജീവിതം ഇല്ലാത്ത അവസ്ഥ മരണമാണ്. അപ്പൊ അവിടെ പിന്നെ ഒരു ജീവിതം വരുമോ? എങ്കിൽ പിന്നെ അത് ജീവിതമാവത്തില്ലേ? ഇപ്പൊ ജനനാനന്തര ജീവിതമാണിത്. ഇപ്പൊ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ജനനാനന്തര ജീവിതമാണ്, ജനിച്ചതിന് ശേഷമുള്ള ജീവിതം. മരണാനന്തര ജീവിതം അസാധ്യമാണ്, ജനനാനന്തര ജീവിതം പോസിബിൾ ആണ്. സോ ദാറ്റ്സ് വാട്ട് വി ആർ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഫിലോസഫിക്കായിട്ട് പറഞ്ഞ ജനനാനന്തര ജീവിതത്തെ കുറിച്ച് എന്ത് പറയുന്നു എന്നാണ് ചോദിക്കേണ്ടത്. ഒരു മരണം കഴിഞ്ഞാൽ ജീവിതമില്ല, ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചിട്ടില്ല, നിങ്ങളിങ്ങനെ കിടക്കുക, കോമയിൽ കിടക്കുക. മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഭാഗമാണ്. കാരണം നിങ്ങൾ മരിച്ചു എന്നുള്ള വിഭ്രാന്തി തെറ്റായി നിങ്ങൾ ധരിച്ചിരിക്കുന്നു. യു ആർ നോട്ട് ഡെഡ്, യു ആർ എലൈവ്. അതാണ് ജീവിതം ഉള്ളിടത്ത് മരണമില്ല, മരണം ഉള്ളിടത്ത് ജീവിതമില്ല. ഇത് എക്സ്ക്ലൂസീവ് ആണ്, മനസ്സിലായോ? എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒന്ന് മറ്റൊന്നിനെ ഖണ്ഡിക്കുന്നതാണ്. ഒന്നുണ്ടാളിടത്ത് മറ്റേ കോ എക്സിസ്റ്റന്റ് അല്ല. മരണവും ജീവിതവും ഒരേ സമയം ഉണ്ടാവില്ല. ഒന്നില്ല, അതാണ്. ഒന്നുള്ളിടത്ത് മറ്റേതില്ല. ഒന്നിന്റെ ഇല്ലായ്മയാണ് മറ്റേത്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് ഉളവാകുമെന്ന് പറയുന്നില്ല. അല്ല, അത് കുറച്ചുകൂടി ഇതായിട്ട് പറയാം. ഒന്നിന്റെ ഇല്ലായ്മയാണ് മറ്റൊന്ന്.
ജീവിതത്തിൻ്റെ അഭാവമാണ് മരണം. ജീവിതത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മരണം. അതെ. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിച്ചത്, മരണാനന്തര ജീവിതം. അല്ല, അവസാന കാലത്ത് ദൈവത്തെ വിളിക്കുന്ന അവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് അതിനകത്ത് ഫാലസിയാണ് ഞാൻ പറഞ്ഞത്. When you live, you don't die. When you die, you don't live. How can you live after your death? പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ ഇതുപോലെ ചിന്തിക്കുന്നില്ല? ഞാൻ പറഞ്ഞു മൊത്തത്തിലല്ല. ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസത്തില് റീസൺ, ലോജിക്, ഫാക്ട്, എവിഡൻസ് ഇതൊന്നും അതിന്റെ ചേരുവയല്ല. ഇതൊന്നും അതിന്റെ ചേരുവയല്ല. ഇതിന്റെ നിർമ്മാണ വസ്തുക്കളല്ല. നിർമ്മാണ വസ്തുക്കളാണെങ്കിലല്ല അത് വെച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയണമെന്നുണ്ട്. ഒരു മൊബൈൽ ഉണ്ടാക്കാനായിട്ട് ചാണകം ആവശ്യമുണ്ടോ? ഇല്ല. മൊബൈൽ ഉണ്ടാക്കാൻ ചാണകം ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചാണകം ഇങ്ങനെ വാരി കൂട്ടുന്നു, ചില ചാണകം നിങ്ങൾ കുറയ്ക്കുന്നു, കൂട്ടുന്നു, ചാണകം എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ മൊബൈലിനെ ബാധിക്കും, മൊബൈലിന്റെ നിർമ്മാണത്തെ ബാധിക്കും. അതുകൊണ്ട് പൈസ ഉണ്ടാക്കി അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ നിർമ്മാണ വസ്തു അല്ലല്ലോ. അല്ല. അതിപ്പോ ചാണകമല്ല, വേറെ ഏത് വസ്തുവിലും നിങ്ങൾക്ക് ട്രേഡ് നടത്തി മൊബൈൽ കൂടുതൽ ഉത്പാദിപ്പിക്കും. പക്ഷെ ഇത് ഉണ്ടാക്കാൻ ഇത് ആവശ്യമില്ല. അതേസമയം ഇപ്പം റെയർ എർത്ത് എലമെന്റ്സിനെ കുറിച്ച് ട്രംപ് ആശങ്കപ്പെടുന്നുണ്ട്. ചൈനയിലൊക്കെ വന്നിട്ട് അതിന്റെ കയറ്റുമതി വീണ്ടും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കാരണം റെയർ എർത്ത് എലമെന്റ്സ്, AI, അതുപോലെ തന്നെ ഇലക്ട്രിക് കാറ്, പിന്നെ ഇത് കണക്ക് മൊബൈല്, ഇതിനൊക്കെ ആവശ്യമാണ്. കാരണം അതിന്റെ നിർമ്മാണ വസ്തുവാണ്. അതില്ലെന്നുണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ വിശ്വാസത്തിന്റെ നിർമ്മാണ വസ്തുക്കളല്ല ലോജിക്ക്, എവിഡൻസ്, യുക്തി, റീസൺ, ഫാക്ട്സ്, ഇതൊന്നും അല്ല. ഇത് കുറെ അങ്ങോട്ട് തള്ളിക്കൊടുത്താൽ അപ്പം മാറ്റത്തൊന്നുമില്ല. ഇപ്പം ഞാൻ ആ പുള്ളിയുടെയൊക്കെ വിളിച്ചിരുത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വിചാരിക്കുക യവൻ കാരണം എൻ്റെ കുറേ എനിക്ക് കിട്ടാനിടയുള്ള കുറേ സാധനങ്ങൾ നഷ്ടപ്പെടുന്നു എന്നായിരിക്കും പുള്ളി ചിന്തിക്കുക. അല്ലാതെ പുള്ളി ഇത് ഫാക്റ്റ് അങ്ങനെയല്ല, ഇപ്പം നീ അത് വിശ്വസിക്കും, അങ്ങനെ ഉണ്ടാവില്ല. ഇതൊരു മൈൻഡ് സെറ്റാണ് ബേസിക്കലി. ഇറ്റ്സ് എ വൈറസ് ആക്ച്വലി. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ല, വൈറസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനെ ബാധിച്ചിട്ടുള്ള ഒരു വൈറസാണ്. പക്ഷെ ഇത് മറ്റൊരാളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ലൈംഗികമായി പിന്നെ കൈമാറുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്, ലൈംഗിക രോഗമാണ് വിശ്വാസം. അത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ വിശ്വാസമായിരിക്കും. അവർക്ക് എങ്ങനെ വന്നത്? അടുത്ത തലമുറയിലേക്ക് പോകുന്നത് എന്താണ്? ത്രൂ ജെനറ്റിക്സ്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് വിശ്വാസം. അതാണ് മക്കൾക്ക് അച്ഛൻ്റെ വിശ്വാസം, അമ്മയുടെ വിശ്വാസമൊക്കെ വരാൻ കാരണം ലൈംഗികമായി പടരുന്ന രോഗം. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ആ കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വിശ്വാസത്തിലേക്ക് മാറിയതെങ്കിലും. ഞാനത് സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞതാണ്. ജനറ്റിക് അല്ല കേട്ടോ, ഇറ്റ് ഈസ് നോട്ട് ജനറ്റിക്, സർക്കാസമാണിത്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ വിശ്വാസമായിട്ട് പോകുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ പാർട്ടിക്കാരാവുന്നില്ലേ? നമ്മുടെ കുടുംബത്തിൽ ആ ഒരു കുടുംബത്തിൽ നടക്കുന്നത്. നിങ്ങളുടെ പാർട്ടി തന്നെ നിങ്ങളുടെ മക്കളുടെ പാർട്ടി ആവുന്നു. അച്ഛനമ്മമാർ ഒരു പാർട്ടി കുടുംബം എങ്ങനെ ഉണ്ടാവുന്നത്? കാരണം ആ കുട്ടി നിത്യവും കണ്ടും കേട്ടും വളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. സർക്കാസ്റ്റിക് ആയിട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയും. അതായത് അടുത്ത തലമുറയ്ക്ക്, ആ തലമുറ നിങ്ങൾക്ക് ജനിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു ലൈഫിൽ സാറ് സാറ്റിസ്ഫൈഡ് അല്ലേ? ഈ ഒരു ലൈഫ് മീൻസ് അങ്ങനെയല്ല, ഈ ലിറ്റ്മസ് പോലുള്ള എസൻസ് ഗ്ലോബലിന്റെ ഈ ഒരു പ്രസ്ഥാനം തന്നെ പറഞ്ഞൂടെ? അപ്പോൾ അതിന്റെ മുൻ നടത്തിപ്പുകാരൻ എന്നുള്ള രീതിയിൽ മുൻനിര ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല, മുൻനിര നടത്തിപ്പുകാരൻ എന്നുള്ള രീതിയിൽ സാറ് വളരെ പ്രൗഡല്ലേ? തൃപ്തി എന്ന് പറയുന്നൊരു കാര്യം ആക്ച്വലി നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷമായിരിക്കും. ഒരിക്കലും തൃപ്തിയാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നം. നമ്മുടെ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനം അതൃപ്തിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തൃപ്തി അല്ലാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ കെമിക്കലി മെന്റലി ഒക്കെ നമ്മളുടെ വ്യത്യസ്തമായ ഒരു അവസ്ഥയിലായിരിക്കും. ചിലർക്ക് കല്യാണം നടക്കാത്തതായിരിക്കും പ്രശ്നം, ചിലർക്ക് കല്യാണം ഒഴിവാക്കാനായിരിക്കും, ചിലർക്ക് കല്യാണം തന്നെ ആയിരിക്കും പ്രശ്നം, ചിലർക്ക് ജോലിയായിരിക്കും പ്രശ്നം, ചിലർക്ക് പണം, ചിലർക്ക് രോഗങ്ങൾ, ചിലർക്ക് സൗന്ദര്യമില്ലായ്മ. വ്യത്യസ്തമായ കാരണങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാം അടിസ്ഥാനപരമായ അതൃപ്തരാണ്, നോട്ട് കണ്ടന്റ്. അപ്പം ഈ
തൃപ്തരല്ല എന്നുള്ളതാണ് നമ്മളുടെ എല്ലാത്തരം രോഗങ്ങളുടെ അടിസ്ഥാനം, മാനസികമായിട്ടുള്ള എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനം. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എക്കണോമിക്സിൽ പറയുന്നതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. നമ്മുടെ അതൃപ്തികളെ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഈ ടോളറൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആദ്യം നമ്മളെ ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ടോളറേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഒരുപാട് എന്താ പറയുക ന്യൂനതകൾ, ഡെഫിഷ്യൻസി, എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ അല്ലാത്ത അവസ്ഥകൾ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് അതൃപ്തി ഇങ്ങനെ കൂടുതൽ അങ്ങനെ കുറുകി വരും. ഇത് നമ്മളുടെ ശരിക്കും നമ്മളെ അപ്സെറ്റ് ചെയ്യും. നമ്മൾ പലതരം ഈ വിഷാദം തൊട്ട് ദേഷ്യം ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകും. നമ്മളെക്കുറിച്ചൊരു മതിപ്പില്ലായ്മ. പിന്നെ അപ്പം ടോളറൻസ് എന്ന് പറയുന്നത് ഈ ടോളറേറ്റ് യുവർ സെൽഫ്. I don't say that you have to be proud of yourself or ashamed of yourself, but tolerate yourself, tolerate others, എന്ന് സഹിക്കുക. ജീവിതം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഒരു സഹനമാണ്. നമ്മളെ സഹിക്കുക, മറ്റുള്ളവരെ സഹിക്കുക, നമുക്ക് വരുന്ന വീഴ്ചകൾ സഹിക്കുക. നമ്മുടെ ഉയർച്ചയിലപ്പോൾ പ്രൗഡായിരിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല, ഉയർച്ചയിൽ നമ്മൾ അതിന് ഓട്ടോമാറ്റിക്കലി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ ഒഴുക്കിനൊത്ത് പോവാന്നുള്ള ഉയർച്ച, സന്തോഷം, ആനന്ദം, ഇതിനൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അപ്പായിരിക്കും. മനസ്സിലായില്ലേ? ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. അതല്ലേ പറയുന്നത്, നിങ്ങൾക്ക് നല്ലത് സ്വീകരിക്കാനായിട്ട് തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല. ഒരാൾ നിങ്ങൾക്ക് ഒരു പൂ വെച്ച് നീട്ടുമ്പോൾ അതിനെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ പൂ വാങ്ങിക്കാനൊന്നുമില്ല ആവശ്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ആഹാരം, അതൊക്കെ തന്നെ നടക്കും. പക്ഷെ ഒരു പാമ്പിനെയാണ് വെച്ച് നീട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെ തയ്യാറെടുക്കേണ്ട ആവശ്യമുണ്ട്. റിവേഴ്സൽസും അതുപോലെ തന്നെ തിരിച്ചടികൾ, പരാജയങ്ങൾ, ഇതൊക്കെ നേരിടാനാണ് പരിശീലനവും പഠനവും അറിവും ആവശ്യമുള്ളത്. വിജയം വരുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം വിജയത്തിൽ മതി മറക്കാതിരിക്കുക എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ മതി മറന്നാലും കുഴപ്പമില്ല. പക്ഷെ അടുത്ത തവണയും വിജയിക്കാനായിട്ടുള്ള അതേ കാര്യങ്ങൾ നിങ്ങൾ ഒപ്പിച്ചാൽ മതി. ചില ആളുകൾ പറയാറുണ്ട്, നീ ആദ്യം വിജയം വന്നപ്പോൾ അഹങ്കരിച്ചുകൊണ്ടാണ് രണ്ടാമത് പോയത്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിക്കും. രണ്ടാമത് ആദ്യം വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ചെയ്തു അതേപോലെ രണ്ടാമത് ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല നിങ്ങൾ മതി മറന്നത് കൊണ്ടോ നിങ്ങൾ ഇച്ചിരി അഹങ്കരിച്ചുകൊണ്ടോ ഒന്നല്ല. ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. അല്ല, അത് തന്നെ ചെയ്യുക. അവിടെ വീഴ്ച വരുത്തുന്നതാണ് പ്രശ്നം. അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണോ, ഏതൊക്കെ കോളമാണോ നിങ്ങൾ ടിക്ക് ചെയ്തത്, അത് രണ്ടാമത്തെ കാര്യത്തിൽ ടിക്ക് ചെയ്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത്. അല്ല നിങ്ങൾ ആദ്യത്തെ വിജയത്തിലൊന്നും മതി മറന്നത് കൊണ്ടൊന്നുമല്ല. മതി മറക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും ഈ പറയുന്ന കർമ്മ അങ്ങനെ തിയറിയൊന്നുമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഈ ലോകത്തിന് യാതൊരു പ്രാധാന്യമുള്ള കാര്യമല്ല. പക്ഷെ കർമ്മയിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല വിശ്വസിക്കുന്നില്ല, എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഈ ലോകത്തെയോ പ്രപഞ്ചത്തെയോ സംബന്ധിച്ച് ഒട്ടും പ്രാധാന്യമുള്ള കാര്യമല്ല. പ്രപഞ്ചം നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. പക്ഷെ പ്രപഞ്ചത്തിന് നിങ്ങളില്ല, നിങ്ങളെ കരുതി അല്ല ഒന്നും ഈ പ്രപഞ്ചത്തിൽ ആരും ചിന്തിക്കുന്നു, ആരും ജീവിക്കുന്നു അങ്ങനെയല്ല. നമ്മൾ കരുതി നമ്മളെ കരുതിയാണ് ആളുകൾ ജീവിക്കുന്നതെന്ന് എന്നൊക്കെ കരുതുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതുപോലും ശരിയല്ല. ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? അതിൽ വിശ്വാസം ഉണ്ടാവില്ല, എനിക്കറിയാം. ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. You don't have to be apologetic, but you can ask questions, no problem. അല്ല, ഈ 11:11 മാനിഫെസ്റ്റേഷൻ അങ്ങനെയൊക്കെ കാണുന്നില്ലേ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിന് അറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരേ കാര്യം വീണ്ടും ആവർത്തിച്ച് ചിന്തിച്ചാൽ അത് നടക്കും എന്നുള്ള രീതി. അതായത് ഞാൻ പറയാം, അന്ധവിശ്വാസത്തിനും പ്രപഞ്ചത്തിനും അതിരുകളില്ല. മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ചിന്തകൾ അറിയുന്ന എന്തോ ഒരു ഈ പ്രപഞ്ച മനസ്സ്, കോസ്മിക് മൈൻഡ് ഉണ്ടെന്നൊക്കെ നമ്മൾ ചുമ്മാ ചിന്തിച്ചോണ്ടിരിക്കാം. അത് നമ്മളുടെ ഈ ഭാവനകളും സ്വപ്നങ്ങളും ഒക്കെ കണ്ടില്ലേ? ഒരാൾ വരും, അയാൾ എന്നെ വന്ന് രക്ഷിക്കും. ഒരു സമൂഹം മൊത്തം ഒരു രക്ഷകനെ കാത്തിരിക്കും. ഒരു പെൺകുട്ടി ഒരു പ്രിൻസ് ചാമിങ്ങിനെ കാത്തിരിക്കും. അല്ലെങ്കിൽ ഒരു ദരിദ്രൻ സ്വർണ്ണ നാണയങ്ങൾ നിധി കിട്ടുന്നതായിട്ട് സങ്കല്പിക്കും. ഇതൊക്കെ മനുഷ്യന്റെ ഓരോരോ അവസ്ഥകളിലെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവന്റെ ഇമാജിനേഷൻ വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ചിലരെന്ത് ചെയ്യും, ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു പോയി നായിക പറയും. അപ്പോൾ നായിക ആരോടോ കോസ്മിക് മൈൻഡിനോട് സംസാരിക്കുന്നതാണ്. ആക്ച്വലി നായിക പിറുപിറുക്കാണ്. പിറുപിറുക്കാന്നൊക്കെ പറയുന്ന മോശമായതുകൊണ്ട് അവൾ
വിശ്വപ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഇപ്പൊ ഉദാഹരണമായിട്ട് കാവ്യാത്മകമായി പറയും. നമ്മൾ പൊങ്കാല ഇടാനായിട്ട് അമ്മച്ചിമാർ പോകുമ്പോൾ എന്താ പറയുന്നത്? നമ്മൾ യഥാർത്ഥം നോക്കുമ്പോൾ ചൂട്ട്സും മടൽസും കൊതംസും ഒക്കെ ആയിട്ട് അവർ പോകുന്നു. അവരവിടെ നിന്ന് മൊത്തം കത്തിക്കുന്നു, പുക, ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇന്റർനാഷണൽ മാറ്റേഴ്സ് സംസാരിക്കുന്നു. എന്നിട്ട് അവർ ഒന്ന് ഇത് കഞ്ഞി തിളപ്പിക്കുന്നു, ചക്കര ഇടുന്നു, വീട്ടിൽ പോകുന്നു. നമ്മളതിനെന്താ പറയുന്നത്? വിശ്വാസികൾ, പത്രങ്ങൾ ആത്മത്യാഗത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്ന് സ്വയം അലിഞ്ഞില്ലാതായ ഭക്തജനം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഭയങ്കര ഗ്ലോറിയസ് ആയിട്ടാണ് വെച്ച് താങ്ങുന്നത്. അവിടെ ഇതാണ് ചക്കരക്കഞ്ഞി റോഡിൽ ഈ മടൽസും ഒക്കെ വെച്ച് ചക്കരക്കഞ്ഞി ഇടുന്നതാണ് സംഗതി. ഇത് നമുക്ക് വേണേൽ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം അല്ലെ? ചില പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞൊരു പരസ്യം ഉണ്ടായിരുന്നു. ഏത് ചിത്രമാണെന്ന് അറിയാം? ഇല്ല, നിങ്ങളുടെ ജനറേഷൻ പെട്ടതല്ല, പഴയൊരു പടമാണ്, യാത്ര എന്ന് പറയും, മമ്മൂട്ടിയുടെ. എന്ത് താളമായാലും ഇതാണ് അതിന്റെ ഒരു പരസ്യം. ആ പത്രത്തിൽ ഒറ്റ ഇതേ ഉള്ളൂ, ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ല, പരസ്യമാണ്. ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും. ഇപ്പോ അധീന ഒരു പടം ഉണ്ടാക്കുകയാണ്, അധീന പടം ഉണ്ടാക്കിയിട്ട് പറയാണ് ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. അല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ല, കാണാതിരിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം, ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് പറഞ്ഞൊരു പരസ്യം ചെയ്തു കഴിഞ്ഞാൽ പരസ്യത്തിൽ അത് സാധ്യമാണ്. പരസ്യത്തില് ഒരു കാര്യം, പരസ്യത്തിൽ പറയുന്ന പല കാര്യങ്ങളും തെളിയിക്കുന്നുണ്ട്. പ്രപഞ്ചം അറിയാൻ കോൾഗേറ്റ് ഉപയോഗിക്കും എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ കേസൊന്നുമില്ല. കോൾഗേറ്റ് വെച്ച് പല്ല് കേൾക്കുന്ന പല്ലും പ്രപഞ്ചം അറിഞ്ഞിട്ടുണ്ടാകും. ജസ്റ്റ് ലൈക്ക് ഇതെല്ലാം മതാത്മകമായ ലാംഗ്വേജാണ്. വിശ്വാസം, ഹോമിയോപ്പതി, ഫെയ്ത്ത്, അതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. ആളുകൾ പറയുന്നു, പിന്നെ പോകുന്നു. പക്ഷെ എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യ മനസ്സിനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇതിലെ കാര്യം. ഇപ്പൊ സീരിയലിലെ നായിക പിന്നെ തുണിക്കടയിൽ വരുമ്പോൾ ചെന്ന് പിഞ്ചി നോക്കുന്ന അമ്മമാരുണ്ട്. എന്നിട്ട് ഉണ്ട് എന്നിട്ട് അവര് പിടിച്ചു നോക്കും, ഇത് തന്നെയാണോ നീ ആ കഴിഞ്ഞ എപ്പിസോഡിൽ ഉപയോഗിച്ചത്, ഇതാണോ സാരി എന്നിട്ട് പറയും, പിന്നെ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം, മറ്റല്ല അവളെ ഒരു കാരണവശാലും വീട്ടിൽ കയറ്റരുത്. ഈ അവസ്ഥയിലേക്കാണ് ആളുകൾ പോകുന്നത്. സീരിയൽ നടിമാരൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ തുണിക്കടയിലൊക്കെ വരുമ്പോ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആ ക്യാരക്ടറായി കണ്ടുകൊണ്ടിട്ടായിരിക്കും മുന്നിലേക്ക്. അങ്ങനെ തന്നെ ഇത് തന്നെയാണ് ഈ സീരിയൽ നടി വരുമ്പോ ആളുകൾ ഓടിക്കൂടുന്ന പോലെ തന്നെയാണ് കൃഷ്ണൻ, രാധിക എന്നൊക്കെ പറഞ്ഞ കവിത എഴുതുന്ന ഭയങ്കര സംസ്കൃതമൊക്കെ ഉപയോഗിച്ച് അവരെ ഭാഷ വെച്ച് അവർ ഇതേ അവസ്ഥയിലാണ്. രാധയ്ക്ക് ആരോടാണ് ഇഷ്ടം എന്നൊരു കവിത ഒരാൾ എഴുതുന്നു. അയാൾ ഏത് മാനസികാവസ്ഥയെന്ന് വെച്ചാൽ ഇതേ മാനസികാവസ്ഥയിലാണ്. അയാൾക്ക് പിന്നെ കുറച്ച് ലാംഗ്വേജ് അറിയാം, കുറച്ച് ഇതൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അയാൾ അങ്ങനെ താങ്ങുന്നു. എല്ലാം ഒരേ രീതിയിലാണ് കാര്യം, ഒരേ അവസ്ഥയിലാണ് ആളുകൾ, അവശ്യ നിലയിലാണ്. നമ്മൾ ഈ ഭാവന കൊണ്ട് ഒരു ലോകം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ ലോകത്തിൽ പലതും നമുക്ക് ഭയങ്കര വിരക്തി തോന്നും, കാര്യം ആവർത്തിച്ചുള്ള അനുഭവങ്ങൾ അല്ലേ. ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന റൂട്ടീൻസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്നില്ല. ഈവൻ ബ്രീത്തിങ് എന്നൊക്കെ പറയുന്ന തന്നെ ഒരു എത്ര റെപ്പറ്റീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇരിക്കുക, പിന്നെന്താ ചെയ്യാ? അല്ല, ഞാൻ പറഞ്ഞാണ്, നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കില്ലേ ഓരോ സമയം. ഇതൊരു റെപ്പറ്റേറ്റീവായിട്ട് ആവർത്തന വിരസത ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അപ്പൊ ഇൻഹേല് മാത്രം ചെയ്തു അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സ് എങ്ങനെയാ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും ചെയ്യേണ്ടാത്ത ഒരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതാണ് അത് എന്നല്ലേ പറഞ്ഞത്. അതെ, വ്യത്യസ്തത. പലപ്പോഴും എവറസ്റ്റിന്റെ മേളിൽ ചെന്ന് ഇങ്ങനെ നോക്കുക, കുറച്ച് സമയം നിൽക്കുക, 8840 അടി പൊക്കത്തിൽ നിന്നുകൊണ്ട് 33% ഓക്സിജനുമായിട്ട് ഒരു 5 മിനിറ്റ് നിൽക്കുക. അപ്പോൾ സൂര്യൻ നമ്മുടെ അടുത്ത് നിന്ന് പിടിക്കാവുന്ന അടുത്താണെന്ന് തോന്നുന്നു. ജസ്റ്റ് എല്ലാം തോന്നൽ മാത്രമാണ്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് കൊതിക്കുന്നു മനുഷ്യൻ്റെ മനസ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാത്തിനും, ഈ ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ ഇന്നോവേഷനും വ്യത്യസ്തതയാണ്. പിന്നെ എല്ലാ സ്ഥിരം വസ്ത്രമാകുമ്പോൾ നമ്മൾ പഴയ വസ്ത്രങ്ങളിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. തോർത്ത്
പിന്നെ കൈലിയിലൊക്കെ ആയിരിക്കും ഇനി അടുത്ത ഫാഷൻ വരാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മടുക്കും. ആവർത്തനം. വ്യത്യസ്തത ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ ലിറ്ററേച്ചറിൽ തിയേറ്റർ ഓഫ് ദ അപ്സൈഡ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് സിസിപ്പിയൻ മിത്ത് എന്ന് പറയുന്ന ഒരു സാധനമാണ്. സിസിപ്പിയൻ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസിപ്പസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഗ്രീക്ക് ക്യാരക്ടർ. പുള്ളി രാവിലെ എഴുന്നേറ്റ് ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഒരു വലിയ കല്ല് ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകും. പുള്ളി ഭയങ്കര സംഭവമായിട്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ വീശി ഇങ്ങനെ കൊണ്ടുപോകും. ഒരു 4:30 4:40 ആകുമ്പോൾ പുള്ളി കല്ല് കൊണ്ടുവന്ന് ഈ മലയുടെ മണ്ടയ്ക്കെത്തി. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യും, ഒരു തള്ളു കൊടുക്കും. ഇതിങ്ങനെ താഴെ ഉരുണ്ട് കുടകൊടാന്ന് പറഞ്ഞിങ്ങനെ വീഴും. ഇത് നോക്കി പുള്ളി നാരായണത്ത് പ്രാന്തൻ ഇവിടുത്തെ എൻ്റെ ലോക്കൽ സെക്രട്ടറി. ഇതിന്റെ ഗ്രീക്കാണ് സിസിപ്പസ്. അപ്പോൾ ഈ സിസിപ്പിയൻ മിത്ത് എന്ന് പറയുന്ന ഒരു മിത്തുണ്ട്. ആ മിത്തിൻ്റെ അകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ ഡസ് ഇൻ മാൻ കമ്മിറ്റ് സൂയിസൈഡ്? എന്തുകൊണ്ട് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നില്ല? ഒരുമാതിരി ബോധമുള്ളവനാണെങ്കിൽ ഈ ആവർത്തിച്ചുള്ള, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. വലിപ്പോട് വലിപ്പ്, വലിയോട് വലി. ഇത് മടുക്കില്ലേ മനുഷ്യന്? ആവർത്തനപരമായ കാര്യങ്ങൾ. രാവിലെ വല്ല് നിൽക്കുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു, വീണ്ടും എഴുന്നേക്കുന്നു, ഇത് തന്നെ ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഈവൻ സ്വർഗം ചിന്തിച്ചാൽ പോലെ ആ സ്വർഗം എങ്ങനെയാണ്? രാവിലെ എഴുന്നേക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഹൂറി മദ്യം പ്രാർത്ഥന, ഹൂറി മദ്യം പ്രാർത്ഥന. 5 കോടി 10 കോടി വർഷമായാലും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ആവർത്തന വിരസത ബ്രെയിന് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്, വൈ ഡസ് ഇൻ മാൻ കമ്മിറ്റ് സൂയിസൈഡ്? എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാത്ത നമ്മൾ ആത്മഹത്യ ചെയ്യാത്തതിൻ്റെ വെച്ചാൽ വേറെ ഒന്നും ചുറ്റുമില്ലെങ്കിൽ നമ്മൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നതാണ് പറയുന്നത്. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വി വിൽ കോണ്ടംപ്ലേറ്റ് സൂയിസൈഡ്. ഒരു പൂവ് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആത്മഹത്യ മറക്കും. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ആത്മഹത്യ മറക്കും. ഒരു രുചികരമായ ആഹാരം ആത്മഹത്യ മറക്കും. ചുറ്റും ഈ ലോകം മുഴുവൻ എന്തോ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പല വസ്തുക്കളും ശബ്ദങ്ങളും രുചികളും ഒക്കെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത ഒഴിവാകുന്നത്. ഇതെല്ലാം ഇല്ലാതെ ശൂന്യത, ഒന്നുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഈവൻ ഒരു ലിഫ്റ്റിൽ കുടുങ്ങിയാൽ പോലും നമ്മൾ ഓപ്ഷൻസ് എല്ലാം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഈ ലോകം വളരെ സമ്പന്നമാണ്. സമ്പന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ട്സ് ഉണ്ട്, പീപ്പിൾ ഉണ്ട്, സൗണ്ട്സ് ഉണ്ട്, സീൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടെല്ലാം നമ്മളിങ്ങനെ മറന്ന് ഇങ്ങനെ പോവാം. സോ യു ഡോണ്ട് തിങ്ക് അബൌട്ട് ഡെത്ത് ആൻഡ് യു ഡോണ്ട് കോണ്ടംപ്ലേറ്റ് സൂയിസൈഡ്. അപ്പോൾ ജീവിതം നിറയ്ക്കുക, എന്തെങ്കിലും വെച്ച് നിറയ്ക്കുക. സോ ദാറ്റ് യു ഡോണ്ട് തിങ്ക് അബൌട്ട് ഡെത്ത്. ശരിക്കും സർജറി തന്നെയാ, വെറുതെ പറയുന്നതല്ല. ശരിക്കും സർജറി തന്നെയാണ്. അതെ 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 അതെ. നമ്മൾ നിങ്ങൾ കണ്ടന്റിൽ നല്ല ചോദ്യമാണ്. കണ്ടന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ആവില്ല, പക്ഷെ കൃത്യമായിട്ട് നമുക്ക് ആക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര വർഷം സാലറി കിട്ടുന്നു, 1 ലക്ഷം രൂപ സാലറി കിട്ടുന്നു. 1 ലക്ഷം തോന്നില്ല, അവൾക്ക് 1.5 ലക്ഷം, മറ്റവർക്ക് 1 ലക്ഷം, എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും, എൻ്റെ അങ്കിളിന് ഇത്രയും, പിന്നെ ഞാൻ എന്ത് പറയും ലവനോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ് നിങ്ങൾ ജീവിക്കും. ശരിയാ, മനസ്സിലായോ? അതെ. പക്ഷെ 1 ലക്ഷം രൂപ മതിയായിരിക്കും നിങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും, അത് മതിയായിരിക്കും. പക്ഷെ നിങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങളെ പരുവപ്പെടുത്തണം. അതിന് ആദ്യമായിട്ട് നിങ്ങളെ ടോളറേറ്റ് ചെയ്യണം. നീ ഓക്കെയാണ്, അങ്ങനെ കുഴപ്പമില്ല, ഇത് മതി. ഇപ്പോൾ പറഞ്ഞോണം, മൾട്ടി മില്യനയർ ആയിട്ടുള്ള ആള് 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മുറി എടുത്തിട്ട് തൂങ്ങി മരിക്കുന്നില്ലേ? അയാൾക്ക് എന്തിൻ്റെ കേടാ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ അയാളെ സംബന്ധിച്ച് ലൈഫ് വർത്ത്ലെസ് ആണ്. ഈ എല്ലാ ലൈഫും എല്ലാ ഇതും നമ്മളെങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ വിചാരിക്കുന്ന സമ്പത്ത് ഒരുപാട് വന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങളുള്ള സമ്പന്നർക്കാണ്. ചില പറയും ഇങ്ങനെ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് പ്രശ്നമൊന്നുമില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ അവരുടെ ജീവിതം വളരെ സജീവമാണ്. അവർ ഫുൾ ഇങ്ങനെ അധ്വാനിക്കുന്നു. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ഞാൻ തമാശ പറയല്ല. നിങ്ങൾ ഒക്യുപ്പൈഡ് ആണെങ്കിൽ, നിങ്ങൾ എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ചിന്തകൾ കുറയാൻ സമയം, അത് ഓട്ടോമാറ്റിക് സംഭവിക്കുന്നു. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക. ഈവൻ പ്രണയ നൈരാശ്യം ബാധിച്ച ഒരാൾ കടൽക്കരയിൽ പോയി നിൽക്കുന്നുണ്ട്. ഈ ഡയറക്ടേഴ്സൊക്കെ കണ്ടിട്ടില്ലേ, ക്യാമറയായിട്ട് നായകനെ
നായകൻ പോയി കടൽക്കര ഇങ്ങനെ പോകുന്നു, കടൽ ഇങ്ങനെ വരുന്നു, നായകൻ കടൽക്കരയിൽ നിൽക്കുന്നു. അപ്പോൾ എന്താ ആശ്വാസം കിട്ടും. കാരണം അയാൾ അതുവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അയാളുടെ പ്രണയിനിയെക്കുറിച്ചാണ്. അവളുടെ മൂക്ക്, അവളുടെ ഡാഷ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് അവളില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഡേറ്റയിൽ ഇയാൾ ഇങ്ങനെ ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയുള്ള ഈ കാങ്കർ ടു റോസ് എന്നൊക്കെ പറയും, ഈ റോസാപ്പൂവിനുള്ളിൽ ചെല്ലിയിരുന്ന് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത്, അതിനെ ഗ്രൈൻഡ് ചെയ്യുന്നത് പോലെ അയാളിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അയാളെ ഫോക്കസ്ഡാണ്, അയാളുടെ ലവിൽ ഫോക്കസ്ഡാണ്. അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ കൊണ്ടുവന്ന് കടൽക്കരയിൽ നിർത്തുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡേറ്റ പുറത്തുനിന്ന് വരികയാണ്. സൈറ്റ്സ്, സീൻസ്, സൗണ്ട്, ഭയങ്കര വിഷ്വൽ ഡേറ്റ ആണ്. കടലിൻ്റെ സൗണ്ട്, വല്ലാത്തൊരു സാധനം. ഈ സാധനം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മറ്റേ ലവൾ ഇങ്ങോട്ട് ബാക്കിലോട്ട് പോകും, തള്ളി നമ്മളെ ഇങ്ങോട്ട് മാറ്റി, ഇത് പ്രയോറിറ്റൈസ് ആവും, അത് പ്രയോറിറ്റൈസ്ഡ് ആവും. അപ്പോൾ നമ്മളതിങ്ങനെ ചിന്തിക്കും. മറ്റേത് ഇച്ചിരി ഒരു ചെറിയ രീതിയിൽ അവിടെ ഉണ്ട്, എന്നാലും നമ്മൾ കടലിൻ്റെ ആ ഒരു മർഡറസ് ഇന്നസെൻസ് ഓഫ് സീ, നമ്മൾ കടൽ ഇതൊന്നും അറിയുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ എത്രയോ പേര് വന്ന് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ധാരണ വരും. അപ്പോൾ നമ്മൾ കുറേ സമയത്തേക്ക് ഒരു മരവിച്ച അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ മറന്ന അവസ്ഥയിലായിരിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ വീണ്ടും തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകുമ്പോൾ ഈ കടൽ പുറത്തു പോവുകയും ലവള് കയറി വരികയും ചെയ്യും. അപ്പോൾ വീണ്ടും നമുക്ക് പ്രശ്നമാകും. മനസ്സിലായോ? ആ ട്രോമയിലേക്ക് തിരിച്ചു വരുമല്ലേ? എന്തോന്ന് ട്രോമ, കുറെ വാക്കുണ്ട്. ട്രോമ, എല്ലാത്തിനും ഇപ്പൊ ട്രോമയാണ്. രാവിലെ മസാല ദോശ കഴിച്ച് അതിനകത്ത് വളിച്ച മസാല ദോശ ആയാലും ആ ട്രോമ. എവരിബഡി ഈസ് യൂസിങ് ദിസ് ടേം. പുതിയ ട്രോമ കെയർ. ഓക്കെ, ട്രോമ കെയർ സെന്റർ. ജീവിതം നല്ല വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കുക, കണ്ടന്റ് ആയിരിക്കുക, സ്വയം അവമാനിക്കാതിരിക്കുക, തൃപ്തി ഇല്ലാത്തത് ഉണ്ടാക്കിയെടുക്കുക. തൃപ്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഒരേ ലൈഫ് തന്നെ ആയിരിക്കുക. നിങ്ങളുടെ ഹാർട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്, ലങ്സ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, കിഡ്നി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സന്തുഷ്ടി ഉണ്ടെങ്കിലും തൃപ്തി ഇല്ലെങ്കിലും എല്ലാം ഒരേപോലെയാണ്. യു ആർ എ മെക്കാനിസം ദാറ്റ് ഈസ് ആക്ച്വലി ഡിസൈൻ ടു ഡിസിൻറ്റഗ്രേറ്റ്. നശിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്, അല്ലെ ഉണ്ടായ സാധനമാണ്. ഇപ്പം നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്ന് പറയാറില്ലേ? അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പൊയ്ക്കൊണ്ടിരിക്കുന്ന നാശത്തിലേക്കാണ് നമ്മൾ രണ്ടുപേരും. നാശത്തിലേക്ക് പോകുന്നത് നമ്മൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഒരിക്കലും അവസാനിക്കും എന്നുള്ളതാണ് ജീവിതത്തെ ഇത്രയധികം സമ്മോഹനവും മഹത്തരമാക്കുന്നത്. It will end one day. So it is exciting. അവസാനമില്ലാത്തതായിരുന്നെങ്കിലും, അവസാനമില്ലാത്തൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൊററായിരിക്കും, അൾട്ടിമേറ്റ് ഹൊററായിരിക്കും. ഒരിക്കലും അവസാനിക്കും. എപ്പോ അവസാനിക്കുന്ന അറിയേയില്ല. ഹൗ എക്സൈറ്റിംഗ് ഇറ്റ് ഈസ്, അല്ലേ? അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന അറിഞ്ഞാ പിന്നെ ജീവിതം എന്തിനു കൊള്ളാം? ഒരു ഭാഗ്യം കൊള്ളത്തില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം അടുത്ത ദിവസം എന്ത് സംഭവിക്കുന്ന അറിയാമെന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എന്താ ഉള്ളത്? പക്ഷെ ചില സമയത്തെങ്കിലും ആഗ്രഹിച്ചു പോയില്ലേ? ആഗ്രഹം അറിയാത്തത് കൊണ്ട്, ഇല്ലാത്തതിനോടുള്ള ആഗ്രഹം. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? പൊക്കം ഇല്ലാത്ത ഒരാൾ പൊക്കം ഉണ്ടാവാൻ ആഗ്രഹിക്കും, നിറം ഇല്ലാത്ത ഒരാൾ നിറം ഉണ്ടാവാൻ ആഗ്രഹിക്കും, പണം ഇല്ലാത്ത ഒരാൾ പണം ഉണ്ടാവാൻ ആഗ്രഹിക്കും, ബുദ്ധി ഇല്ലാത്ത ഒരാൾ ബുദ്ധി. ഇതാണ് ഇല്ലാത്തത്. യു ലോങ് ഫോർ മോസ്റ്റ് വാട്ട് യു ലാക്ക് ദ മോസ്റ്റ്. നിങ്ങൾ ഇല്ലാത്തതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പൊക്കമുള്ള ഒരാളാണെന്ന് ഒരു ഭാസ്കർ 8 അടി 10 ഇഞ്ചാണ്, നിങ്ങൾ കൂടുതൽ പൊക്കം ആഗ്രഹിക്കൂ? ഇല്ല. കല്യാണം ഇല്ലാത്തൊരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കും, കല്യാണം കഴിച്ചവർ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കും, ഡിവോഴ്സ് അവർ വീണ്ടും കല്യാണത്തെ കുറിച്ച് ആലോചിക്കും. സിമ്പിൾ. പക്ഷെ ഡിവോഴ്സ് ഒരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നവരുണ്ട്. ഇങ്ങനെ പറയുന്നില്ല, ചൂടുവെള്ളത്തിൽ വീണ് പൂച്ച പച്ചവെള്ളം കണ്ട ബൈക്കും. ചൂട് അതൊന്ന് തണുപ്പിച്ച കുറച്ച് സമയം വെച്ചോണ്ടിരുന്ന തണുത്ത് ഡിവോഴ്സ് ആയവരാരും വീണ്ടും കല്യാണം കഴിക്കുന്നില്ലേ? ഡിവോഴ്സ് ആയവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കല്യാണം കഴിക്കുന്നത്. ഓരോ ഡിവോഴ്സും അടുത്ത കല്യാണത്തിനുള്ള തയ്യാറെടുപ്പാണെന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞത് എനിക്കറിയില്ല, പക്ഷെ അതാണ് സത്യം. ഇതില് മുഴുവനായിട്ട് കേൾക്കാത്ത ആൾക്കാർ ഇത് ശരിയാണെന്ന് വിചാരിക്കും. എബ്രഹാം ലിങ്കന്റെ കോട്സ് വരും. അല്ലെ, കോട്സ് എല്ലാം വരുന്നത് എങ്ങനെയാണ്?
കോട്സ് വരുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഐൻസ്റ്റീൻ്റെ കണ്ടില്ലേ, മറ്റേ മുളക് ചമ്മന്തി അരയ്ക്കുമ്പോൾ കൊഞ്ച് വറുക്കുന്നത് ശ്രദ്ധിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ചുവ ഉണ്ടാവും. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതൊക്കെ കണ്ടിട്ടില്ലേ, കുറെ പാരഡിയാണ്. ഇത് ഈ കോട്സ് ഒന്നും മിക്കവാറും അവർ പറഞ്ഞു കേട്ടില്ല. മിക്കവാറും ഉള്ള കാര്യങ്ങളെല്ലാം ലോകത്ത് പറഞ്ഞിട്ടുള്ള അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിയണമെന്നുമില്ല. പിന്നെ ഈവൻ ഉദാഹരണങ്ങൾ ഇപ്പോൾ ന്യൂട്ടൺ ആപ്പിൾ തലയിൽ വീണതാണെന്ന് പറഞ്ഞു. ന്യൂട്ടന്റെ അവിടെ പോയിരിക്കുകയോ ആപ്പിൾ വീഴുകയോ ഒന്നും ചെയ്യണമെന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണമെന്നില്ല. അവിടെ ഈ ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിളിൽ നിന്ന് വെച്ച ആപ്പിൾ ചെടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഈ പരീക്ഷണങ്ങളൊന്നും നടക്കണമെന്നില്ല. ശാസ്ത്രത്തിലെ പരീക്ഷണങ്ങളൊക്കെ ഹിസ്റ്റോറിക്കലായിട്ട് ആക്യുറസി ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഗാലലിയോ നടത്തിയ പരീക്ഷണം, പിസ ഗോപുരത്തിന് മേളിൽ നിന്ന് 2 ഈയ കഷ്ണങ്ങൾ തറയിട്ട്, അത് ഒരിക്കലും നടക്കണമെന്നില്ല. അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല നടന്നിട്ടുള്ളത്. പക്ഷെ ആ പരീക്ഷണം പറയുന്നത് ഒരു കാര്യം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ്, അത്രേ ഉള്ളൂ. ന്യൂട്ടന്റെ അത് കഥ എപ്പോഴും ന്യൂട്ടന്റെ ആപ്പിൾ ന്യൂട്ടൻ ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാവില്ല. എനിക്കറിയില്ല അതെങ്ങനെ സംഭവിച്ചില്ല. ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ആക്യുറസി, ബട്ട് തത്വം വളരെ കറക്റ്റാണ്, അത്രേ ഉള്ളൂ. ഓരോ ലോസും കറക്റ്റാണ്, അതിന്റെ ലോയും കറക്റ്റാണ്. വെറുതെ പറയുന്നതാണ്. ചിലർ പറയുന്നു ന്യൂട്ടന്റെ തലയിൽ ആപ്പിളൊന്നും വീണിട്ടില്ല, അത് വെറുതെ പറയുന്നതാണ്. ഓക്കെ, ആയിക്കോട്ടെ, നീ പറഞ്ഞ ഞാൻ അംഗീകരിച്ച് വെറുതെ പറയുന്നതാണ്. ഓക്കെ, വാട്ട് അബൌട്ട് ദാറ്റ്? ആപ്പിൾ മാറ്റൂ, ആപ്പിളും ന്യൂട്ടണും മാറ്റൂ. ഗ്രാവിറ്റി, വി ആർ ടോക്കിംഗ് അബൌട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റി ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഗ്രാവിറ്റിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഗ്രാവിറ്റി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും നമുക്കറിയാം. നമ്മളെ ചൊവ്വയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം ഇതാണ്. ആ ഗ്രാവിറ്റിയിൽ നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ള. ഐ ആം വെരി ഹാപ്പി ടു ഇന്ററാക്ട് വിത്ത് യു, അത്രേ പറയാനുള്ളൂ. ശരിക്കും കൈൻഡ് ഓഫ് സർജറി തന്നെയാണ് സാറിനോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മേക്ക് യുവർസെൽഫ് ഹാപ്പി ആൻഡ് മേക്ക് അതേഴ്സ് ഹാപ്പി ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. ഇനി രണ്ടാമത്തെ നടന്നില്ലെങ്കിൽ ആദ്യത്തെ ശരിയാക്കി എടുക്കുക. മേക്ക് യുവർസെൽഫ് ഹാപ്പി. ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ഹാപ്പി ആയിരിക്കുക, ആ ഹാപ്പിനെസ് കണ്ടിന്യൂ ചെയ്യുക. ബീയിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ഇസ് ഒബ്ജക്റ്റീവ് ഓഫ് ലൈഫ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെ തടയുന്ന ഒരുപാട് കാര്യം, രോഗം, വേദന, മരണം, നിരാശ, നഷ്ടം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതിനെയൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഹാപ്പിനെസ്സിൽ തുടരുക. എങ്ങനെ? സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ട്, ലഹരിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ഒരു ഹാപ്പിനെസ് കൃത്രിമമാണ് കാര്യം. ആ ഹാപ്പിനെസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് വേണം. അത് വളരെ കോസ്റ്റ്ലി ആണ്, ഡാമേജിങ് ആണ്. അതുകൊണ്ട് ജീവിതം തന്നെ ആണ് യഥാർത്ഥത്തിൽ ലഹരി വസ്തു എന്ന് പറയുന്നത് ജീവിതമാണ്. കാര്യം അതിനെ എക്സൈറ്റിംഗ് ആക്കാനായിട്ട്, ഹാപ്പി ആക്കാനായിട്ട് ഓരോന്ന് ചെയ്യാം. ചിന്തിച്ച് ഹാപ്പി ആണെന്ന് പറഞ്ഞ് നടന്നാൽ മതി. നമ്മൾ ഹാപ്പി ആണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ഹാപ്പി അല്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. എനിക്കിത് പോരാ, ഇത് പോരാ, എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതും, നിന്നെക്കുറിച്ച് നീ എന്ത് കരുതുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവർ കരുതുന്നത് അത് മാറ്റാൻ നമുക്ക് പറ്റുമോ? അത് സെക്കൻഡറി ആണ്. അത് നമുക്ക് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് നോ കൺട്രോൾ ഓവർ. നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കും. അവര് നല്ലതാണ് എന്ന് നമ്മളെക്കുറിച്ച് പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നു. അതാണോ വേണ്ടത്? നമ്മൾ നല്ലതാണെന്ന് നമ്മൾക്ക് തോന്നുന്ന ബോധ്യമാവുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുക. മറ്റുള്ളവർ അങ്ങനെ അത് നമ്മളെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. അല്ല, ചിലപ്പോൾ നമ്മൾക്ക് തൃപ്തിയുള്ളത് മറ്റുള്ളവർക്കും തൃപ്തികരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് അല്ലേ, വലിയ ബോണസ് അല്ലേ അല്ലേ? നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് നല്ലതെന്ന് തോന്നുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷകരമാണ്. സ്വർണത്തിന് സുഗന്ധം, സന്ധ്യക്ക് സിന്ദൂരം, കാട്ടാറിന് പാദസ്വരം, ആഭരണങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ. വസ്ത്രം പോലും മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ. നമ്മൾ കാണുന്നില്ലല്ലോ വസ്ത്രം. നിങ്ങൾ കൊടുത്തിരിക്കുന്ന വസ്ത്രം നിങ്ങൾ കാണുന്നില്ലല്ലോ. കാണാൻ പോയി കണ്ണട പണിയിക്കണ്ടേ ഇല്ലേ? മറ്റുള്ളവർക്ക് അത് കാണാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതായത് നമ്മൾ ഈ ആഭരണങ്ങൾ എന്ന് പറയുന്നത് എല്ലാത്തരം വസ്ത്രവും പിന്നെ മൂക്കുത്തിയും എല്ലാ സാധനങ്ങളും ആഭരണങ്ങളാണ്. കവിതയിൽ പറയുന്നത് ഓർണമെന്റ്സ് എന്ന് പറയും, ലിറ്റററി ഓർണമെന്റ്സ് എന്നാണ്. അലങ്കാരം, സിമിലി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളില്ല. അപ്പം ഇതെല്ലാം മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്.
അവരെ കാഴ്ചയിൽ അവർ വിലയിരുത്തി നമുക്ക് മാർക്ക് ഇടുകയും ആ മാർക്ക് കൂടുതലാണെങ്കിൽ നമുക്ക് ആഹാ എന്ന് തോന്നും, മാർക്ക് കുറവാണെങ്കിൽ അതാണ് കറക്റ്റ്. നമ്മുടെ മൈൻഡ് ഇങ്ങനെ ആഹാ ഓഹോ അതിലിങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. അതാ ഞാൻ പറയുന്നതേ ബി ഹാപ്പി. നിങ്ങളുടെ കാറിൻ്റെ പുറത്ത് നക്കി തോത്തി നടക്കുന്നതിനേക്കാൾ നല്ല നിങ്ങളുടെ കാറിനകം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതിനകത്ത് ഉള്ള പട്ടിപ്പൂടയും പിന്നെ മുന്നേ പോയ പാസഞ്ചർ ഛർദ്ദിച്ച് വെച്ചതിൻ്റെ ബാക്കിയൊക്കെ കാറിനകത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കാറിന് ഉള്ളിൽ ക്ലീൻ ആക്കി വെക്കുക, മൈൻഡ് ക്ലീൻ ആക്കുക. അതല്ലേ കാറിനുള്ളിൽ ക്ലീൻ ആക്കുക. എല്ലാവരും ഭാരം ചെയ്യുന്നറിയാം, കാർ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യും, ഒരസം ഉടനെ കൊണ്ടുവന്ന് പാച്ച് വർക്കിനായിട്ട് കൊണ്ടുവന്ന് കയറ്റും. യോ ഭയങ്കര ബുദ്ധിമുട്ട്. കഴുകി ചിലപ്പോൾ നക്കിയൊക്കെ ആയിരിക്കും കഴുകുന്നത്. അതിൻ്റെ കാര്യം ഇതാരെയാണ് ഇത് അത്യാവശ്യം ഡീസൻ്റ് ആയിരിക്കണം. പക്ഷെ കാറിൻ്റെ ഉള്ളിൽ വളരെ ക്ലീൻ ആയിരിക്കും. അത് നമ്മളെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാറ്റണം. മറ്റുള്ളവരെ കാണിക്കുന്നതാണ് ഈ പുറത്തുള്ള സാധനങ്ങൾ, അത് കുറയ്ക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായി? ആ അതാണ്. Reconcile with yourself. That is the last thing. And be happy. That's all, my Lord. Thank you, my Lord. ഇതിനെ നോക്കി പറയുന്നില്ലേ? അല്ല, ഇത് മതിയില്ലേ? ഇതല്ല രസം. Okay. Okay. Thank you so much.